പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും
എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഞാൻ നിങ്ങളുടെ ഇന്നലെ പറഞ്ഞില്ലേ, ദൈവ ഇടപെടൽ ഉറപ്പ് വരുത്തുന്ന 2 മെത്തേഡുകളുണ്ട്. ഒന്നാണ് ഇന്നലെ നമ്മൾ കണ്ടത്. എന്താണ്? കുഷ്ഠരോഗി ഈശോയെ കാണുമ്പോൾ പറയുന്നു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ, ആർക്കും മനസ്സില്ലെങ്കിലും അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഈശോയും അതേ നാണയത്തിൽ തന്നെ പറഞ്ഞു, ആർക്കും മനസ്സില്ലെങ്കിൽ നിൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സുണ്ട്, നീ ജീവിക്കുക എന്ന് പറയും. അതുപോലൊരു സംഭവമാണ് യോഹന്നാൻ 5:6. അവൻ പറഞ്ഞു കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. എനിക്ക് ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അപ്പൊ ഇതിനു മുമ്പ് ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് 5:5. യോഹന്നാൻ 5:5-6. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. 38 വർഷമായ തലവാദ രോഗി അവിടെ കിടക്കുന്നത് അവൻ കണ്ടു. അവൻ വളരെ നാളായി കിടക്കുന്നത് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ട്? കാലഹരണപ്പെട്ടു പോയ ആളാ, ഖണ്ഡം ചെയ്ത ആളാ. വെച്ചുകഴിഞ്ഞാല് ഇനി ഒരു മുള, പ്രത്യാശയുടെ മുള കിളിർത്തു വരാനുള്ള അവസാന സാധ്യതയും തീർന്നു. ബന്ധുക്കളൊക്കെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നതാണ്, ബൈസ്റ്റാൻഡറായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നായിരിക്കും ഇയാൾക്ക്. ഇയാളെ രക്ഷപ്പെടത്തില്ലെന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും അവരുടെ ചിറകിൽ പറന്നു പോയതാ. നമ്മ രക്ഷപ്പെടത്തില്ലെന്ന് കണ്ടാൽ പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർ നമുക്ക് ബോധം പോകാനേ പ്രാർത്ഥിക്കത്തുള്ളൂ. എന്താണ്? നമുക്ക് ബോധം പോയാൽ അവർക്ക് പോകണമല്ലോ. അപ്പം നമ്മളറിയത്തില്ലല്ലോ. അതാണ് വിഷയം. അപ്പം അതിനെല്ലാം ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതൊക്കെയാണ് നിൻ്റെ അവസ്ഥയെന്ന് വിചാരിച്ചോ? നീ ബോധം പോയി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഏതെങ്കിലും കാരണവശം കൊണ്ട് നിന്നെ ഡിസോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. പറയണ്ട്, എനിക്ക് ആരുമില്ലെന്ന് പറയണതേ ഒരു ചങ്കെ കൊണ്ട വർത്തനാണ്. നിങ്ങൾ ഒരിക്കലും ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എനിക്കാരുമില്ലെന്ന് പറയരുത്. അഥവാ പറയുന്നുണ്ടെങ്കിൽ നീ ക്രിസ്തുവിനോടെ പറയാം. അപ്പം ക്രിസ്തു ആരാണെന്ന് നിനക്ക് മനസ്സിലാകും. അപ്പോൾ ഈശോ പറഞ്ഞു, നിനക്ക് ആരുമില്ല എങ്കിലും നിനക്ക് ഞാനുണ്ട്. നീ ഒരു ഓർഫണാകാം, പക്ഷെ നിനക്ക് ഞാനുണ്ട്. ആരും ഓർഫണാകരുത്, ആരും അനാഥരാകരുത് എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ഈശോ മനുഷ്യാവതാരം ചെയ്ത് പാപത്തിന് പരിഹാരം ചെയ്ത് കുരിശുമരണം വരിച്ചു. പിതാവത് മഹത്വപൂർണമായി അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാന്നിധ്യം നമ്മളെ അനാഥമാക്കാതെ നമ്മുടെ കൂടെ കാലത്തോടൊപ്പം തുടരുകയാണ്. ആ ഒരു ബോധം നിനക്കുണ്ട്. വിശ്വാസം നമുക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ ജ്ഞാനസ്നാന പുസ്തകത്തിലുണ്ട്. വിശ്വാസം നിനക്ക് എന്ത് തരുന്നു എന്ന് മുതിർന്നവരുടെ ജ്ഞാനസ്നാന പുസ്തകത്തിൽ വൈദികൻ ചോദിക്കും. പറയും, വിശ്വാസം എനിക്ക് നിത്യജീവൻ നൽകുന്നു. അത് ഞാൻ സഭ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ആൾക്കാരോട് പറയും, നിങ്ങൾ നിത്യജീവൻ നൽകുന്നു എന്ന് പറയണമെന്ന്. പക്ഷേ എൻ്റെ മനസ്സപ്പോൾ പറയും, വിശ്വാസം നിനക്ക് ക്രിസ്തുവിനെ തരും. ക്രിസ്തുവില്ലെങ്കിൽ നിത്യജീവൻ കൊണ്ട് എന്ത് പ്രയോജനം?
മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് കർത്താവായ യേശുദേവനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രേഖ. ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു. ഞാനിവിടെ വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് 2021 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ്. 2021 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ് ഞാനും എൻ്റെ അനിയത്തിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ അനിയത്തിക്ക് പെട്ടെന്ന് അവളുടെ കക്ഷത്തിൽ ബ്രസ്റ്റിലൊരു മുഴയുണ്ടായി. ആ മുഴ പരിശോധിച്ചപ്പോൾ അതൊരു ക്യാൻസറാണെന്ന് മനസ്സിലായി. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ അടുത്ത് എത്തിയത്. അത് വരാനുള്ള കാര്യം, ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് കൃപാസനത്തിൽ വന്നിരുന്നു. അന്ന് വന്നിട്ട് പോകുമ്പോൾ എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ എങ്കിലും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകാൻ നേരം ഞാൻ അമ്മ മാതാവിൻ്റെ ഒരു ഫോട്ടോ വാങ്ങിച്ചുകൊണ്ട് പോയി. ആ ഫോട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയും, പക്ഷേ എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കും, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2021 ഓഗസ്റ്റ് മാസം എൻ്റെ അനിയത്തിക്ക് ബ്രസ്റ്റിൽ മുഴയുണ്ടായപ്പോൾ ഞാൻ അന്ന് വൈക്കത്ത് ഹോസ്പിറ്റലിൽ നിൽക്കുക. അവിടെ വെച്ചാണ് ഞാൻ അറിഞ്ഞത് അനിയത്തിക്ക് അത് ക്യാൻസറാണെന്ന്. ഞാൻ വീട്ടിൽ ഭയങ്കര വിഷമത്തോടുകൂടി വീട്ടിൽ ഓടി വന്ന് ഞാൻ എൻ്റെ മുറിയിൽ കയറിയപ്പോൾ എൻ്റെ ടേബിളിലിരുന്ന മാതാവിൻ്റെ ഫോട്ടോയിൽ ഞാൻ പെട്ടെന്നങ്ങ് നോക്കി. അന്നേരം എൻ്റെ ചെവിയിൽ ആരോ പറയുന്ന പോലെ തോന്നി, നീ കൃപാസനത്തിൽ പോകണമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ സമയം 12:30 കഴിഞ്ഞു, ഉച്ച നേരം. ആ ഉച്ച സമയത്ത് ഞാൻ അമ്മയോട് പറയുമ്പോൾ ഞാൻ കൃപാസനത്തിൽ പോകുക, അനിയത്തിക്ക് ഇങ്ങനെ അസുഖമാണെന്ന് പറഞ്ഞ്, ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആകെ പേടിച്ചു പോയില്ല. നമുക്ക് ആദ്യമായിട്ട് നമ്മളുടെ കൂടപ്പിറപ്പിന് വരുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ അപ്പോഴെനിക്കത് ഫീൽ ചെയ്ത് ഞാൻ ആ ഉച്ച നേരത്ത് ഓടി അവിടെ നിന്ന് ഞാൻ വൈക്കത്ത് വന്ന് ബസ് കയറി ഇവിടെ എത്തി. ഇവിടെ വന്നപ്പോൾ അറിയുന്നത് കണ്ടെയ്ൻമെൻറ്റ് സോണാണ്, പള്ളിയുടെ വാതിൽ ഗേറ്റ് അടച്ചിട്ടേക്കാണ്. എനിക്ക് ഒരുപാട് വിഷമായി. ഞാൻ അമ്മ മാതാവിൻ്റെ ആ ഗേറ്റിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഈ നട്ടുച്ച നേരത്ത് ഞാൻ നിന്നെ കാണാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് അമ്മയെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ അമ്മയെ എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ അനിയത്തി ഹോസ്പിറ്റലിൽ ഇരിക്കുക, അവൾക്ക് വേണ്ടിയാ ഞാനിവിടെ ഓടിയെത്തി അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി വന്ന് ഫോൺ നമ്പർ തന്ന്. ഞാൻ ആ ഫോൺ നമ്പറിൽ നോക്കി വിളിച്ച് പറഞ്ഞു എൻ്റെ അനിയത്തിയെക്കുറിച്ച്, അവളുടെ പ്രാർത്ഥന സഹായം പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച സിസ്റ്റർ പറഞ്ഞ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാനിപ്പോഴും ഒന്നേ പ്രാർത്ഥിച്ചോളൂ, അമ്മേ, എൻ്റെ അനിയത്തിക്ക് ബ്രസ്റ്റിൽ എടുക്കരുത്, മുഴ മാത്രം എടുക്കാൻ മതിയെന്നേ ഡോക്ടർ പറയാവുള്ളെന്ന്. അപ്പോൾ അനിയത്തി ഹോസ്പിറ്റലിൽ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ OPയിൽ ഇരിക്കുക. ഉച്ചയ്ക്ക് ഒരു 1:30 മണിയോളം ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച്. അതിന് ശേഷം ഞാൻ അനിയത്തി വിളിച്ചപ്പോൾ അനിയത്തി പറഞ്ഞു, മുഴ മാത്രം എടുത്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയി. അതിന് ശേഷം ഞാൻ അനിയത്തിയുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള കാര്യം അനിയത്തി പറയും. അതിന് ശേഷം ഞാൻ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറയും. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് മഞ്ജു. ഞാൻ മരടിൽ നിന്ന് വരുന്നു. 2021 സെപ്റ്റംബറിൽ എൻ്റെ ഇടത് ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടു. അത് ക്യാൻസറിൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചു. ഓപ്പറേഷന് ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു 7 മാസത്തെ ലീവ് എടുക്കണം, കീമോ റേഡിയേഷൻ എല്ലാം വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു. ഞാനൊരു നേഴ്സാണ്, എനിക്ക് ജോലി എടുക്കാതെ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യും, സർജറിക്കും കീമോയ്ക്കൊക്കെ വേണ്ട സാമ്പത്തികത്തിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ ഡോക്ടറിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരു കോംപ്രമൈസ് ഇല്ല, ഇത് ചെയ്തേ മതിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സർജറിക്ക് ശേഷം ഞാൻ 2021 ഒക്ടോബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ചേച്ചിയാണ് എന്നെ കൊണ്ടുവന്നത്. ഉടമ്പടി എടുത്തു. ഇവിടെ അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, 7 മാസം ഞാൻ വീട്ടിൽ ഇരുന്നാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം, ഹസ്ബൻഡ് ഒരു കൂലിപ്പണിക്കാരനാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കരഞ്ഞു ചോദിച്ചു. ഇവിടെ ഉടമ്പടി എടുത്തു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ നേഴ്സാണ്. എൻ്റെ ഫോണിലേക്ക് എൻ്റെ HODയും എൻ്റെ നേഴ്സിംഗ് സൂപ്രണ്ടും ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഞാൻ ഫോൺ എടുത്ത് അവരെ തിരിച്ച് വിളിച്ച് ചോദിച്ചു, എന്താണ് എന്നെ വിളിച്ചതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു,
നീ ടെൻഷൻ ആവണ്ട, നിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നാൽ മതി. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് തീരുമാനിച്ചു നിനക്ക് ഫുൾ സാലറിയും തന്നേക്കാമെന്ന്. അങ്ങനെ വിത്ത് ഇൻക്രിമെൻറ്റോട് കൂടി തന്നെ അവരെനിക്ക് സാലറി 7 മാസം തന്നു. അത് അമ്മ മാതാവ് തന്ന ഒരു കൃപയായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൂടാതെ എനിക്ക് എൻ്റെ വലത് കാലിന് ഒരു 2-3 മാസമായിട്ട് വേദനയായിരുന്നു, ഭയങ്കര വേദന. ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, മഞ്ജു നീ പോയി സ്കാൻ ചെയ്യൂ, എന്തെങ്കിലും ഇനി അസുഖത്തിൻ്റെതായ എന്തെങ്കിലും ആണോ എന്നറിയില്ല, നീ പോയി സ്കാൻ ചെയ്യുമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവാണ് എൻ്റെ ഡോക്ടർ, എനിക്ക് ഈ തൈലം കൊണ്ട് എൻ്റെ അസുഖം മാറ്റിത്തരുമെന്ന്. ഞാൻ കാല് വലിച്ച് നടന്നിരുന്നത്. പക്ഷേ അമ്മ മാതാവിനോട് ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായും മാറിക്കിട്ടി. കൂടാതെ എനിക്ക് IELTS എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ എഴുതി. അമ്മയുടെ കൃപയാൽ ഞാൻ അതിലും പാസ്സായി. ഇതാണ് എനിക്ക് അമ്മ മാതാവ് തന്ന കൃപകൾ. ഈ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടി എടുക്കാനും അനിയത്തിക്ക് വേണ്ടി വരുന്നതിന് മുമ്പ് ഞാൻ LLB പഠിച്ചപ്പോൾ എനിക്ക് 56 പേപ്പർ പാസ്സായി. ഞാൻ 5 ഇയർ LLB കോഴ്സാണ് ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ചത്. 56 പേപ്പർ പാസ്സായി കഴിഞ്ഞിട്ട് എനിക്ക് 4 പേപ്പർ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഒരു ദിവസം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടി യൂണിവേഴ്സിറ്റി പോയപ്പോൾ, അവളൊരു ഹിന്ദുവാണ്, ഞാനും ഹിന്ദുവാണ്. അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ എല്ലാ പേപ്പറും ക്ലിയർ ആയത്, ചേച്ചി പോയി ഒന്ന് ഉടമ്പടി എടുക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? അവൾ പറഞ്ഞ്, രാവിലെ നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം, വൈകിട്ട് പച്ചത്തിരി. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് അതിൻ്റെ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതൊന്നും പറ്റൂല, എന്നെ അമ്മ മാതാവ് വിളിക്കുന്ന ഒരു ദിവസമുണ്ട്, അന്ന് ഞാൻ പോയി ഉടമ്പടി എടുത്തോളാന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ അനിയത്തിക്കൊരു സഹനം വന്നപ്പോൾ ഇവിടെ എന്നെ ഓടിയെത്താനായിട്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ വന്നതിൻ്റെ ഫലമായിട്ട് എനിക്കതറിയാം, എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു അസുഖം വരാനുള്ള കാര്യം എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഈ കൃപാസന മാതാവിന് ഞാനൊരു പ്രാധാന്യം കൊടുത്തില്ല, എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അനിയത്തിക്ക് അസുഖം വന്നപ്പോൾ ഞാനിവിടെ ഓടിയെത്തിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഫലമായി എൻ്റെ നാട്ടിൽ ആകെ തൊട്ടടുത്ത് 2 പേര് മാത്രമേ ഉടമ്പടി എടുത്തിട്ടായിരുന്നു. ഇപ്പം അനേകം പേര് ഉടമ്പടി എടുത്തു. അനിയത്തിയുടെ ഹോസ്പിറ്റലിലാകട്ടെ, എൻ്റെ വീടിനടുത്താകട്ടെ, ഒത്തിരി ആൾക്കാർ ഉടമ്പടി വന്ന് ഇവിടെ എടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ അനിയത്തിക്ക് ഒരു അസുഖം വന്നത് അമ്മ മാതാവിനെ ഞങ്ങളെ കൊണ്ടൊരു നിയോഗം ഉണ്ടായിരുന്നു. അമ്മ മാതാവിനെയും കർത്താവിനെയും കുറിച്ച് മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ അനിയത്തിക്ക് ഒരു അസുഖം വന്ന് അത് ഞാനിവിടെ വരികയും ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നടത്തി തന്ന അമ്മ മാതാവാണ്. ഈ 4 പേപ്പർ കിട്ടാനുണ്ടായിരുന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ 4 പേപ്പറും കൂടി പാസ്സായാലല്ലേ എനിക്കിപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആകാൻ പറ്റുള്ളൂ, അതിന് അമ്മ തന്നെ ചെയ്തു തരണം. വീട്ടിലെ ജോലിയും കാര്യങ്ങളൊന്നും നമുക്ക് പഠിത്തമൊന്നും അത്ര നടക്കില്ല. എങ്കിലും ഞാൻ ഫീസ് അടച്ച് പരീക്ഷ എഴുതാൻ പോയി. പരീക്ഷ എഴുതാതിരുന്നപ്പം ആദ്യത്തെ ദിവസം എക്സാം എഴുതി. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ എല്ലാവരും എക്സാം എഴുതാൻ വരുമ്പോൾ അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കും, ഇവിടെ വന്ന് ഹോൾ ടിക്കറ്റ് കാണിക്കും, എനിക്കും ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റണേ അമ്മേ. അപ്പോൾ ഞാൻ എക്സാമിന് പോയി. ആദ്യത്തെ ദിവസം എക്സാം എഴുതി, പിന്നെ പിറ്റേന്നില്ല, 3ാമത്തെ ദിവസമുള്ളൂ. അപ്പോൾ പിറ്റേന്ന് ദിവസം പേപ്പറെ കണ്ടേ ഗവൺമെൻറ് ലോ കോളേജിലെ എല്ലാ എക്സാമുകളും മാറ്റി അടുത്ത മാസത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് എനിക്കിവിടെ വരാൻ വേണ്ടി തന്നൊരു അനുഗ്രഹം. ഞാനിവിടെ ഓടി വന്ന് അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് അച്ഛൻ എനിക്ക് ഹോൾ ടിക്കറ്റ് പ്രാർത്ഥിച്ച് തന്ന് ഒരു ഉടമ്പടി ലോക്കറ്റും തന്ന്, ഒരു ലോക്കറ്റും തന്ന്, ഉടമ്പടി ലോക്കറ്റും അച്ഛൻ തന്ന ലോക്കറ്റുമായിട്ട് ഞാൻ എക്സാം ഹാളിൽ കയറി. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഭയങ്കര ടഫ്, IPSCയുടെ പരീക്ഷ, എനിക്കൊന്നും അറിയാൻ പറ്റില്ല. ഞാൻ അപ്പോൾ അമ്മ ഈ ഉടമ്പടി ലോക്കറ്റ് എടുത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ചോദിച്ചു, അമ്മേ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. അമ്മയുടെ ഉടമ്പടി ലോക്കറ്റ് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി ചെന്ന് എക്സാമിന് സാങ്ഷനൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ എന്താ അമ്മ ഇങ്ങനെ? എല്ലാവരും പറയല്ലേ പഠിച്ചാലേ ജയിക്കുള്ളൂ, നീ ഉടമ്പടി എടുത്തിട്ടൊന്നും കാര്യമില്ലെന്ന്. പക്ഷേ എൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, എൻ്റെ അമ്മ മാതാവ് എന്നെ കൈപിടിച്ചുയർത്തുമെന്ന്. ബൈബിൾ എപ്പോഴും എടുക്കുമ്പോഴേ എനിക്ക് കിട്ടുന്ന വചനങ്ങളെല്ലാം നിന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ നാണം കെടുത്താൻ നിന്നെ ഞാൻ ഉയർത്തുമെന്നുള്ള വചനങ്ങളാണ് കിട്ടിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടു. എക്സാം എഴുതി ഞാൻ IPSCയുടെ ക്വസ്റ്റ്യൻ ആദ്യം എനിക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ വെച്ച് എഴുതി. പിന്നെ എനിക്കറിയില്ല, എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആരോ പോകുന്ന പോലെ. അപ്പം ഞാൻ ഇവിടെ വിടുന്ന യൂട്യൂബിലെ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കും. ആ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും അന്ന് തന്നെ അയച്ചു കൊടുക്കും. ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം എന്നും മുടങ്ങാതെ കേൾക്കും. ഇന്ന് പകുതി കേട്ടില്ലെങ്കിൽ നാളെ കൊണ്ട് തീർത്ത് ഞാൻ കേൾക്കും, അത് ഞാൻ അയച്ചു കൊടുക്കും. അപ്പോഴൊക്കെ ഞാൻ കേൾക്കാറുണ്ട്,
ആൾക്കാരെല്ലാവരും പറയും പിള്ളേർ IELTS OET കമ്പ്യൂട്ടർ എഞ്ചിനീയർ എങ്ങനെ എഴുതും എല്ലാ പിള്ളേരും പറയും എക്സാമിന് അമ്മ വന്ന് സഹായിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പോണതാരോ എൻ്റെ അമ്മ. ഞാൻ നോക്കിയപ്പോൾ 54 പേജ് ഞാൻ എഴുതി തീർത്ത് ഒരു വെട്ടും തിരുത്തലില്ലാതെ മനോഹരമായ ഹാൻഡ് റൈറ്റിംഗ് IPC ഒന്നും വെറുതെ അറിയാൻ മേല ഞാൻ എഴുതിയ എന്താ അല്ലെങ്കിൽ 3 പരീക്ഷ എഴുതി പാസ്സായി. ഞാൻ പരീക്ഷ എഴുതി ഹോൾ ടിക്കറ്റ് കൊണ്ട് അമ്മ മാതാവിൻ്റെ നട വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ നീ എൻ്റെ യോഗ്യതയിലല്ല, അച്ഛൻ പറയുമ്പോൾ നിൻ്റെ കൃപയിൽ മാത്രമേ ഞാൻ പാസ്സാകുള്ളൂ, അതുകൊണ്ട് എനിക്ക് വെറും 150 മാർക്ക് മതി കേട്ടോ ഈ പേപ്പർ പാസ്സാകാനെന്ന്. അങ്ങനെ റിസൾട്ട് വന്നു. ഞാൻ അതുപോലെ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്കും കൂടി കഴിച്ചു കൊടുക്കും. ജോലി ചെയ്യുന്ന ഇടയിൽ സാക്ഷ്യങ്ങളെ കേൾക്കണം. അപ്പം ഞാൻ എൻ്റെ അമ്മയെ അപ്പോൾ അമ്മ ഒരു ദിവസം പറഞ്ഞു, നീ ഇനി എത്ര പേപ്പർ പാസ്സാകാനുണ്ട്? ഞാൻ പറഞ്ഞു 4 പേപ്പർ. എല്ലാവരെയും സഹായിക്കുന്ന മാതാവ് നിന്നെ മാത്രം എന്താ സഹായിക്കാത്ത? അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചിലൊരു മുള്ളു തറയ്ക്കുന്ന പോലെ. അപ്പം ഞാൻ അമ്മ മാതാവിൻ്റെ അടുക്ക് ഓടി വന്ന് പറഞ്ഞ്, എൻ്റെ അമ്മ പറഞ്ഞത് അമ്മേ നീ കേട്ടില്ലേ, എനിക്കൊന്ന് എൻ്റെ അമ്മയുടെ മുൻപിൽ എനിക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ പക്ഷേ അത് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. അതെനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ഞാനപ്പോൾ എന്നും അമ്മ മാതാവിനോട് പറയും, എൻ്റെ അമ്മയുടെ ആണ്ടിന് മുമ്പ്, ഞാനൊരു ഹിന്ദുവാണ് ഞങ്ങൾ, അപ്പം അമ്മയുടെ ആണ്ടിന് മുമ്പ് എനിക്ക് ബലിയിടുമ്പോൾ ഇത് പറയണമെന്ന്. പക്ഷേ അന്ന് അതുപോലെ അമ്മയുടെ ആണ്ട് വന്നതിൻ്റെ ഫെബ്രുവരി 5-ാം തീയതി ആണ്ടായിരുന്നു. ഫെബ്രുവരി 6-ാം തീയതി വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. എനിക്ക് ഫോണൊന്നും നോക്കാൻ പറ്റില്ല. 7-ാം തീയതി സായാഹ്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ചൊല്ലിയതിന് ശേഷം എൻ്റെ ചെവിയിൽ എന്തോ ആരോ പറയുന്ന പോലെ, നീ റിസൾട്ട് നോക്ക്. ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ ഫുൾ പാസിൽ എൻ്റെ ഇത് കിടക്കുന്നു നമ്പർ. എനിക്ക് ഭയങ്കര സന്തോഷമായി. യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചു ചോദിയപ്പോൾ ഈ 150 ചോദിച്ചതിന് എനിക്ക് 6 മാർക്ക് കൂടുതലിട്ട് 156 മാർക്ക് കിട്ടി. അതൊക്കെ എനിക്ക് അമ്മ തന്ന അനുഗ്രഹങ്ങളാണ്. പിന്നെ എൻ്റെ അനിയത്തിക്ക് ക്യാൻസറായിരുന്നപ്പോൾ ഇവൾക്ക് ഹീമോ ചെയ്തപ്പോൾ ഇവൾക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഛർദിലും വയറുവേദനയും ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇവിടെ അച്ഛൻ പറയാറുണ്ട്, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ സഞ്ചാരി മാതാവ് കൂടെ വരുമെന്നും. ഒരു ദിവസം രാത്രി 12 മണിയായി കാണും. ഞാൻ ഇവളുടെ കരച്ചിലും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ അച്ഛൻ പറയാറില്ലേ ഉടമ്പടി എടുത്താൽ സഞ്ചാരി മാതാവ് കൂടെ വരുമെന്ന്. എൻ്റെ അനിയത്തി ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് വേദന കൊണ്ട് പൊഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലൊന്നും വന്നില്ലല്ലോ എന്നും. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ റൂമിലെ എയർ ഹോളിലൂടെ ഒരു മിന്നാമിനിങ്ങിൻ്റെ പ്രകാശം എൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറുമെന്ന്. മിന്നാമിനിങ് ആണല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ ബെഡ്ഷീറ്റ് കൊണ്ട് മുഖം അടച്ചു കെട്ടി കിടന്ന് പെട്ടെന്ന് വിൻഡോയിൽ ആരോ ടക്ക് ടക്കെന്ന് അടിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ഓർത്തത് ആരെ വിൻഡോയിൽ അടിക്കണം. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പം റൂമിൻ്റെ ബെർത്തിൽ ഭയങ്കരമായൊരു പ്രകാശം. ഒരു മിന്നാമിനിങ് കത്തി നിന്നാൽ അത്രയും ഒരു പ്രകാശം വരില്ല. എനിക്കപ്പം മനസ്സിലായി ഇതൊരു ഞാനിവിടെ സാക്ഷ്യത്തിൽ കേൾക്കാറുണ്ട് പ്രകാശമായിട്ടൊക്കെ അമ്മമാതാവ് വരുമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലാരോ പറയുന്നത് അമ്മമാതാവാ. ഞാൻ നോക്കുമ്പോൾ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന അമ്മമാതാവിൻ്റെ ഫോട്ടോയുടെ തൊട്ട് പുറകിൽ ഇങ്ങനെ വന്ന് ഫോട്ടോയുടെ പുറകിൽ അമ്മമാതാവിൻ്റെ ഫോട്ടോ ഇതാണെങ്കിൽ ഈ ഫോട്ടോയുടെ പുറകിൽ വന്ന് ഇത്രയും നീളമുള്ള ഒരു പ്രകാശം, ഒരിക്കലും അതൊരു മിന്നാമിനിങ്ങല്ല, ആ പ്രകാശം ഇങ്ങനെ വന്ന് നിന്നപ്പോൾ ഞാൻ അറിയാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ മുട്ടുകുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ആരെയും വിളിക്കാനൊന്നും തോന്നിയില്ല. പെട്ടെന്ന് ഞാൻ ലൈറ്റ് ഓണാക്കി ഓഫാക്കുകയും ചെയ്തു. പിന്നെ ആ പ്രകാശമേ കണ്ടില്ല. ഓടി ഞാൻ വരുമ്പോൾ ഇവൾ കരഞ്ഞണ്ടിരിക്കുക, കിടക്കാൻ പറ്റുന്നില്ല, ഹീമോ ചെയ്തതിൻ്റെ വിഷമം. ഞാൻ വന്ന് തൈലം തൊട്ട് പ്രാർത്ഥിച്ച് അമ്മമാതാവിനോട് പറഞ്ഞു, അമ്മമാതാവേ ഇവൾ സുഖമായിട്ട് ഉറങ്ങണേ, നേരം വെളുത്ത് കഴിഞ്ഞ് എഴുന്നേക്കാവുള്ളെന്ന്. അങ്ങനെ അതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന പിന്നെ പ്രാർത്ഥന നേർച്ച വസ്തുക്കളുടെ ഉപയോഗം. എൻ്റെ മോളുടെ കൈയുടെ വലത് കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഞാനത് വൈക്കത്തെ ഹോസ്പിറ്റലിലെ ഓർത്തോ ഡോക്ടറെ കൊണ്ടേ കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് ഇവിടെ അഡ്മിറ്റ് ആകണം, കീറിക്കളയണം. എനിക്കത് കേട്ടപ്പോൾ പേടിയായിപ്പോയി. ഞാൻ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നീ മോളെ ശ്രദ്ധിച്ചില്ലെന്ന്. തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞ് കീറിക്കളയണമെന്ന്. എന്നിട്ട് ആ ഡോക്ടർ എന്ന് മരുന്നപ്പോൾ ആ മുഴ അങ്ങ് താന്നുപോയി. അതിനുശേഷം വീണ്ടും ആ മുഴ പൊങ്ങി വന്നു. അപ്പോഴും ഞാൻ ഡോക്ടറടിക്ക് പോകാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ ഡോക്ടർ എൻ്റെ അമ്മയാണ്, അമ്മയുടെ ഈ തൈലം ഞാൻ തൊട്ട് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഈ മുഴ താന്നു പോകുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ അമ്മമാതാവിൻ്റെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ മുഴ താന്നു പോയി. എൻ്റെ മോളുടെ കയ്യിൽ പിന്നീട് ഒന്നും വന്നിട്ടില്ല. പിന്നെ പത്രം ഞാൻ ആദ്യമൊക്കെ ഞങ്ങളുടെ അടുത്തുള്ളവരൊന്നും ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ആദ്യമൊക്കെ ഞാൻ അവർക്കാണ് കൊടുത്തിരുന്നത്. പിന്നീട് ഞാൻ സർക്കാർ ആശുപത്രി വൈക്കത്ത് കൊണ്ടുപോയി. ഞാൻ പോകാൻ നേരത്തെ അമ്മയോട് പറയും, അമ്മേ പത്രം കൊടുക്കാൻ പോകുക, അമ്മ എൻ്റെ കൂടെ വരണം കേട്ടോ എന്ന് പറയും. അങ്ങനെ ഞാൻ പത്രവും കൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ ദിവസം തൈലവും കൊണ്ടുപോകും. എന്നിട്ട് തൊട്ട് പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പത്രങ്ങളെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ കൊടുത്തിട്ട് തിരിച്ചു പോരാറുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം
ഉപ്പ് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലെ റംബുട്ടാൻ മരത്തെ നിറയെ കാട്ടുകടന്നൽ കൂടിയെന്ന് ഇതിനെ കളയാൻ ഒരു നിവർത്തിയില്ല. അപ്പം ചേച്ചി ഉടമ്പടി എടുത്തതാണ്. ഞാൻ ചേച്ചീനോട് പറഞ്ഞു, ചേച്ചി അച്ഛൻ പറയാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രാണികളുടെ ശല്യമോ പാമ്പിൻ്റെ ശല്യമൊക്കെ വരുമ്പോൾ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയാൽ മതിയല്ലോ എന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി അതൊരു ചിരിച്ച്. പിന്നെ ചേച്ചി 3 ദിവസം അടുപ്പിച്ച് ആ റംബുട്ടാൻ്റെ ചുറ്റിനും ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയ പാലെടുത്തുകൊണ്ട് വരണം, ചേട്ടൻ അവിടെ കൊണ്ട് പാൽ വെക്കും. ആ പാലെടുക്കാൻ ചെന്നപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പെടുത്ത് കൊണ്ടുപോയി ഞാൻ എടുത്തിട്ട് പ്രാർത്ഥിച്ച്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു സ്ട്രൈക്ക് ചെയ്ത് അവിടുത്തെ വീട്ടിലെ റംബുട്ടാൻ മരത്തിലെ തേനീച്ച ഈ കടന്നലിനെ കുറിച്ച്. ഞാൻ അവിടെ ചെന്ന് നോക്കി. അന്നേരം ഞാനിങ്ങനെ പറഞ്ഞു, ആൾക്കാർ ഞങ്ങളെ കളിയാക്കിയില്ലേ ഉപ്പൊക്കെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും കടന്നൽ പോയില്ല എന്ന്. അപ്പോൾ ചേച്ചി കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നാൽ വിളിച്ച് പറയേ ആ റംബുട്ടാൻ മരത്തിൽ കടന്നലുകളൊന്നുമില്ലെന്ന്. അതൊരു സാക്ഷ്യം. പിന്നെ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിറയെ തെങ്ങയിൽ നിന്ന് ഈ ചൊറിയം പുഴു വന്ന് വീണ് അതിൻ്റെ കാഷ്ടങ്ങൾ നിറച്ച് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത്, അച്ഛൻ ഇത് പോയത് കടന്നൽ പോയെങ്കിൽ ചൊറിയം പുഴുവിന് പോകുമല്ലോ. ഞാൻ എന്ത് ചെയ്യുന്ന തെങ്ങിൻ്റെ ചോട്ടിൽ ഈ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് 3 ദിവസം കഴിഞ്ഞ് ഇന്ന് വരെ എൻ്റെ ടെറസിൻ്റെ മുകളിൽ ചൊറിയമ്പുഴിൻ്റെ കാഷ്ടമില്ല, തെങ്ങിലുമില്ല. പിന്നെ ഇത്രയൊക്കെയാണ് അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും കർത്താവിനും 100,000 നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ നിർത്തുന്നു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. വൈക്കത്തുനിന്ന് ഈ സഹോദരങ്ങൾ പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ്. ഈ സഹോദരി വൈക്കത്തുനിന്നും സ്വന്തം ഒരു കാര്യം കൂടെ പറയട്ടെ. ഇനി ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്ന കാലത്തോളം ഞങ്ങൾ ഈ മണ്ണിൽ വരികയും വിശ്വസിക്കാൻ പറ്റുന്ന കാലത്തോളം ഞങ്ങൾ എൻ്റെ അമ്മ ജീവനുള്ള കാലത്തോളം ഞങ്ങൾ അമ്മ മാതാവിലും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്യും. പിന്നെ എന്നും ഞാൻ ഈ രാവിലെ അച്ഛൻ്റെ ഇത് പ്രാർത്ഥന കേൾക്കുകയും സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുകയും ചെയ്യും. അതുകൂടാതെ വചനങ്ങൾ, എനിക്കറിയാവുന്ന വചനങ്ങളെല്ലാം ഞാൻ എന്നും ചൊല്ലിക്കൊണ്ടേ ഞാൻ നടക്കുന്ന വഴിയിലും ജോലി ചെയ്യുന്ന വഴിയിലും എല്ലാം വിശ്വാസപ്രമാണവും വചനങ്ങളും എല്ലാം ചൊല്ലും. അതൊക്കെ അമ്മ മാതാവ് തന്ന ഒരു കൃപയായിട്ട് ഞാൻ കാണുന്നു. ഈ സഹോദരിയുടെ ഹസ്ബൻഡാണ് ആദ്യമായിട്ട് രേഖ, അഡ്വക്കേറ്റ് രേഖേനെ ഈ കൃപാസനത്തിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്. അന്ന് ഹസ്ബൻഡ് ഈ സഹോദരിയോട് പറഞ്ഞത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്ന് പറഞ്ഞു. അന്ന് മരിയൻ ഉടമ്പടി ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഉടമ്പടിയൊന്നും അന്ന് എടുത്തില്ലായിരുന്നു. പക്ഷേ ദൈവമാതാവിൻ്റെ ഒരു രൂപം വാങ്ങിച്ചുകൊണ്ട് അവർ പോയി. അങ്ങനെ ഇരിക്കുകയാണ്. കൂടെ നിൽക്കുന്നത് അനിയത്തിയാണ്, മരടിൽ നിന്ന് വന്ന സഹോദരി മഞ്ജുമോൾ എന്നാണ് പേര്. അപ്പോൾ സഹോദരിക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ്, സെക്കൻഡ് സ്റ്റേജ് ഡയഗ്നോസ് ചെയ്യുന്നത്. ഡോക്ടറെ കണ്ട് എല്ലാം കൺഫേം ചെയ്തതിന് ശേഷം മാസ്റ്റക്ടമി, അതായത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു വിഷമസന്ധിയിലാണ് ഈ അഡ്വക്കേറ്റ് രേഖ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവമാതാവിൻ്റെ കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ രൂപം അന്ന് 5 കൊല്ലം മുമ്പ് വാങ്ങിച്ചതിലോട്ട് പെട്ടെന്ന് നോക്കുകയും ദൈവമാതാവ് തന്നെ കൃപാസനത്തിൽ പോകണം എന്ന ഒരു ചിന്ത ഈ മകൾക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് കൃപാസനത്തിലൂടെ കടന്നു വന്ന മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അത് അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. കാരണം ഈ സഹോദരി തന്നെ 2012 ഇപ്പോൾ 49 വയസ്സുണ്ട്. 2012 LLBയുടെ കോഴ്സെല്ലാം എറണാകുളം ലോ കോളേജിൽ നിന്ന് പൂർത്തീകരിച്ചിരുന്നു. പക്ഷേ 4 പേപ്പർ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ടഫായതുകൊണ്ട് അത് അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൂടെയുള്ള അവിടെ നിന്ന് പോയി ഇതേപോലെ പെൻഡിങ് ഉള്ള ഒരു മകൾ പെൻഡിങ് ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരി പറഞ്ഞായിരുന്നു, ഞാൻ കൃപാസന, അതും ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു. അപ്പോൾ ആ കുഞ്ഞ് ഈ സഹോദരിയോട് പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ടാണ് എൻ്റെ ഇങ്ങനെയുള്ള പെൻഡിങ് പേപ്പേഴ്സൊക്കെ ക്ലിയർ ആക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതും ഈ സഹോദരിക്ക് അതൊരു പ്രചോദനമായി. അങ്ങനെ കൃപാസനത്തിലോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത അനിയത്തിയുടെ വിഷയവും ഒപ്പം തന്നെ ഈ വിഷയം വെച്ചു. അത്ഭുതകരമായിട്ട് ആ 4 പേപ്പേഴ്സും, അതായത് IPC എന്ന് പറയും, ഇന്ത്യൻ പീനൽ കോഡ് എക്സാം അടക്കമുള്ള ടഫായിട്ടുള്ള 4 പേപ്പേഴ്സ് ഉണ്ടായിരുന്നു LLBയുടെ. അത് 4ഉം എൻ്റെ കഴിവുകൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചു. കാരണം 49 വയസ്സുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയേറെ വർഷങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ അന്ന് നമുക്കറിയാം മരിയൻ ഉടമ്പടിയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവമാതാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെ വരും. അപ്പോൾ നമ്മുടെ മെറിറ്റിനപ്പുറത്ത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചത്. അതൊപ്പം തന്നെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ഈ LLBയുടെ 4 പേപ്പർ പെൻഡിങ് തീർക്കാനുണ്ടായിരുന്നത്, അത് എക്സാമിന് മുമ്പ് ഹോൾ ടിക്കറ്റ് വെഞ്ചരിച്ച് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ കൊടുത്തുവിട്ട ചെറിയ കാശുരൂപം, അത് ഉടമ്പടി കാശുരൂപത്തിൻ്റെ ഒപ്പം കൊണ്ടുപോയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ദൈവമാതാവ് ആ എക്സാമിനുടനീളം
സഹോദരിയെ ഗൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. എക്സാം റിസൾട്ട് വന്നപ്പോൾ ആ വേണ്ട മാർക്ക് കിട്ടി, പാസ്സായി. ഒപ്പം തന്നെ ഈ സഹോദരിയുടെ വിഷയം എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ വിഷയം പറഞ്ഞു. അപ്പോൾ ആ സഹോദരി തന്നെ നമ്മളോട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് കൂലിപ്പണിക്കാരനാണ്, ഈ മാസ്റ്റക്ടമിയൊക്കെ ചെയ്ത് റെസ്റ്റ് എല്ലാം എടുത്ത് ചെയ്യുമ്പോൾ 6-7 മാസം പോകും. അപ്പോൾ കുടുംബത്തിൽ ഒരു വരുമാന മാർഗം ഇല്ല. അപ്പം എങ്ങനെ മുമ്പോട്ട് പോകുമെന്നുള്ള വിഷമത്തോടു കൂടിയിട്ടാണ് ആ സഹോദരിയും പിന്നീട് വന്ന് കൃപാസനത്തിൽ തീർത്ഥാടക ഉടമ്പടി എടുത്തു. പക്ഷേ ദൈവമാതാവ് വലിയ അത്ഭുതം ചെയ്തു. ആ മുഴ മാത്രം എടുത്ത് മാറ്റിയാൽ മതിയെന്ന് ഡോക്ടർ പറയുക മാത്രമല്ല, പിന്നീടുള്ള എല്ലാ ടെസ്റ്റിലും ക്യാൻസറിൻ്റെ എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. പൂർണ്ണ ആരോഗ്യവതിയായിട്ടാണ്. പ്രൊഫഷൻ നേഴ്സായതുകൊണ്ട് തന്നെ അവർക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ പൂർണ്ണ ആരോഗ്യവതിയായിട്ടാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല, പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ സാന്നിധ്യം ഈ സർജറി കഴിഞ്ഞ സമയത്തൊക്കെ പെയിൻ ഉണ്ടായ സമയത്ത് എല്ലാം ഒരു പ്രകാശമായി അനുഭവിക്കാൻ പറ്റി എന്നും പറഞ്ഞു. കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ 4 പേപ്പറിൽ 3 പേപ്പർ ഞാൻ എഴുതിയുള്ളൂ. 4ാമത്തെ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രിട്ടേഷൻ സ്റ്റാറ്റ്യൂട്ട് 10ാം സെമസ്റ്ററിൻ്റെ പരീക്ഷയായിരുന്നു. അപ്പോൾ എനിക്ക് 4 എണ്ണം, അപ്പോൾ ഈ ഒരു പേപ്പർ എനിക്ക് അത് തോറ്റിരിക്കുമല്ലേ, അപ്പോൾ അതിന് എക്സാം ഇല്ല. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 5 മാർക്കിനാണ് ഞാൻ തോറ്റുപോയത്. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു, അത് കഴിഞ്ഞില്ല, അമ്മ മാതാവിനോട് ഞാനിങ്ങനെ ചോദിച്ചു, അമ്മേ 59 പേപ്പർ ഞാൻ പാസ്സായി, ഒരു പേപ്പറിൽ എനിക്കുള്ളത്, അതിനെനിക്കൊരു വഴി കാണിച്ച് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ സമയം കഴിഞ്ഞ എക്സാമിന് ഞങ്ങളുടെ 3 ചാൻസ് കഴിഞ്ഞ്, ഇനിയില്ല, കുറേ പിള്ളേർ പുറത്ത് സ്പെഷ്യൽ മേഴ്സിക്ക് കാത്തു നിൽക്കുക. അപ്പം ഞാൻ ഈ 59 പേപ്പർ പാസ്സായ ഞാൻ ഒരു പേപ്പർ എനിക്ക് കിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാൻ വേണ്ടി എൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ ഫയലെടുത്ത് നോക്കിയപ്പം അമ്മയെ വിളിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് തന്നെ 45 മാർക്ക് കിട്ടിയ സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഒരു പേപ്പർ മാർക്ക് ലിസ്റ്റ്. ഞാൻ അന്തിച്ചു പോയി, ഒരിക്കലും ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോഴും എൻ്റെ വിശ്വാസം എനിക്കത് അമ്മ മാതാവിനോട് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന് തന്നായിരിക്കും. അപ്പം ഞാൻ അമ്മയോട് പറയാറുണ്ടായിരുന്നു, അമ്മേ ഞാൻ ഇനി എക്സാം എഴുതില്ല, എനിക്ക് എഴുതാനുള്ള വഴിയില്ല, പക്ഷേ എൻ്റെ ഈ മാർക്ക് ലിസ്റ്റ് നീ എനിക്ക് മോഡിഫൈ ചെയ്ത് തരണം, എന്നെ ഇതിൽ തന്നെ എനിക്ക് മോഡറേഷൻ തന്നെ എന്നെ ജയിപ്പിച്ച് തരണമെന്ന്. അപ്പം ഞാൻ അന്ന് തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചപ്പോൾ അവരെന്നോട് വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സെക്ഷനിലേക്ക് വിട്ടാൽ പറഞ്ഞു, അന്നത്തെ മാർക്ക് ലിസ്റ്റിന് മോഡറേഷൻ തരാൻ പറ്റില്ല. അപ്പം ഈ കാശ് രൂപം കൈ പിടിച്ച് ഏത് നേരം വിശ്വാസ പ്രമാണം ചൊല്ലും, ഞാനൊരു ഹിന്ദു ആണെങ്കിൽ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ കാശ് രൂപം പിടിച്ച് നിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ വന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിട്ട് ഇവരൊരു സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ. അപ്പോൾ അമ്മ എന്നോട് പറയുക, നീ VCDക്കിലേക്ക് പോ, VCയുടെ ഓഫീസിലേക്ക് പോ. ആ VCയുടെ ഓഫീസിൽ ചെന്നു. അവിടെ ചെന്ന് ഞാൻ ബിയുടെ PA കണ്ടപ്പോൾ പറഞ്ഞു, ഒന്നും നടക്കില്ല, അന്നത്തെ മോഡറേഷൻ നിനക്ക് കിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എല്ലാ പേപ്പറും പാസ്സായി, ഒരു പേപ്പറല്ലേ ഉള്ളൂ, ഞാൻ എനിക്കൊരു മോഡറേഷൻ താ, ഒരു സൊല്യൂഷനില്ല. അപ്പോൾ ഒരു സൊല്യൂഷൻ പറ സാറേ. അപ്പോൾ സാറ് പറഞ്ഞു, നീ റീഡു ചെയ്യ് നിൻ്റെ ഇൻറ്റേർണൽ മാർക്കെന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ ഇൻറ്റേർണൽ റീഡു ചെയ്യാൻ കൊടുത്തു. അങ്ങനെ ഇൻറ്റേർണൽ റീഡു ചെയ്ത് ആ പേപ്പറും പാസ്സായി. ഇതെല്ലാം എനിക്ക് നടക്കി തന്നത് എൻ്റെ അമ്മ മാതാവും കർത്താവായ യേശുദേവനുമാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മ എനിക്ക് ചെയ്തു തന്നത്. അതിനാണ് എനിക്ക് ഒരുപാട് എന്നും ഞാൻ എൻ്റെ അമ്മ മാതാവിനും കർത്താവിനും കടപ്പെട്ടിരിക്കും, എൻ്റെ ജീവനുള്ള കാലത്തോളം അത്രയും തന്നെ. എൻ്റെ പേര് ജോസഫ്. ഞാൻ ഗുരുവായൂരിനടുത്ത് അഞ്ഞൂര് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ ഡീന ജോസഫ്. ഇതെൻ്റെ 3ാമത്തെ മകൾ നിമ ജോസഫ്. എനിക്ക് 4 മക്കളാണ്, 3 പെൺമക്കളും ഒരു മകനും. ഞാൻ ആദ്യമായി ഈ വർഷം മാർച്ച് 1-ാം തീയതിയാണ് കൃപാസനത്തിൽ വരാനിടയായത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് ദൂരമായതിനാലും കൂടുതൽ പത്രമൊന്നും അങ്ങനെ കിട്ടിയിരുന്നില്ല ഭാഗത്ത്, അതിനാൽ അധികം അറിയില്ലായിരുന്നു. എന്നെ കൃപാസനത്തിലേക്ക് നയിച്ചത് ഒരു ഹൈന്ദവ സ്ത്രീയാണ്. ഡ്രസ്സൊക്കെ തയ്ക്കുന്ന ഒരു ഹൈന്ദവ സ്ത്രീ എന്നോട് പറഞ്ഞു, ജോസഫ് ഏട്ടൻ കൃപാസനത്തിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, അവിടെ പോകണം, എനിക്ക് വളരെ അനുഭവങ്ങളുണ്ടായി. അതിന് ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലിയൊക്കെ കിട്ടി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ. അങ്ങനെ അവർ ഹൈന്ദവ സ്ത്രീ ആയതുകൊണ്ട് മറ്റുള്ള ഹിന്ദുക്കളൊക്കെ അവരോട് പറയാറുണ്ട്, നീ എന്തിനാ അതൊക്കെ പത്രമൊക്കെ വിതരണം ചെയ്യണമെന്ന്. അപ്പോൾ അവർ പറയില്ല, ഇത് അമ്മ മാതാവ് എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള അമ്മയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യും, വീണ്ടും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആളെന്നെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് തന്നെ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ, എൻ്റെ 2ാമത്തെ മോളും 3ാമത്തെ മകളും കാനഡയിലോട്ട് പോയിരുന്നു പഠിക്കാൻ. മൂത്ത മോള് കല്യാണം കഴിച്ച ഹസ്ബൻഡുമായിട്ട് അവിടെയാണ് ഉള്ളത്, കാനഡയിൽ. അപ്പോൾ ഇവർ 1 വർഷത്തെ കോഴ്സിന് പോയെങ്കിലും നല്ല ജോലിയൊന്നും കിട്ടിയില്ല. അവർക്ക് എക്സ്പീരിയൻസ് കുറവാണെന്ന് പറഞ്ഞ് ജോലി സാധ്യത കുറഞ്ഞപ്പോൾ ഞാൻ അവരെ തിരിച്ചു വിളിച്ചു. കാരണം ഇപ്പോൾ അവിടെ പോയിട്ട് BTech കഴിഞ്ഞ ആൾ അവിടെ പോയിട്ട് KFCയിലും മക്ഡൊണാൾഡിലും ജോലി ചെയ്തിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ ഞാൻ അവരെ തിരിച്ചു വിളിച്ചു. വന്നിട്ട് അവൾ ഇവിടുന്ന് IBM എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് റിസൈൻ ചെയ്ത് പോയതാണ്.
തിരിച്ചു വന്നപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ കുട്ടി 2 മാസത്തോളം കഷ്ടപ്പെട്ടു. പലയിടത്തേക്കും മെയിൽ ചെയ്തു, ഒരു രക്ഷയില്ല, ജോലിയില്ല. അങ്ങനൊരു അവസ്ഥ വന്ന സമയത്താണ് ഞങ്ങളിവിടെ വന്നത്. അമ്മ മാതാവിൻ്റെ ഒരു കോടാനുകോടി അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ അന്ന് ഇവിടുന്ന് വന്നിട്ട് അങ്കമാലി എത്തിയിട്ടില്ല. അതിന് മുന്നേ എൻ്റെ മോൾക്ക് ഇൻ്റർവ്യൂ വന്നു. 2 ദിവസത്തിനകം ഇൻ്റർവ്യൂ ഉണ്ടാവും, റെഡി ആവണം എന്ന് പറഞ്ഞു. ആ ഇൻ്റർവ്യൂവിൽ മോൾ പാസ്സായി. അവൾക്ക് TCSൽ നല്ല ജോലി കിട്ടി. ദൈവത്തിന് നന്ദി. തിരുക്കുമാരനും മാതാവിനും കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ എനിക്ക് ഈ കൈ ഇങ്ങനെ പൊക്കാൻ പറ്റിയിരുന്നില്ല. ഷോൾഡറിൽ ഭയങ്കര പെയിനായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി ഒരു ദിവസം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം നടക്കുമ്പോൾ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെയുള്ള നിങ്ങൾക്ക് എവിടെയൊക്കെ വേദനയുണ്ട് അവിടെയൊക്കെ നിങ്ങൾ തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ തൈലം പുരട്ടി മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കൈ ഇപ്പോൾ പൊക്കുക എന്ന് മാത്രമല്ല, ഞാൻ എന്തും ചെയ്തുകൊണ്ട് എനിക്ക് ഒരു വേദനയില്ല, ഒന്നുമില്ല. മറ്റേത് എനിക്കിങ്ങനെ കൈ പൊക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ഒരു അനുഭവം. പിന്നെ വന്ന അന്ന് തന്നെ എൻ്റെ വൈഫിൻ്റെ ചെരുപ്പ് ഇവിടെ ഊരിയിട്ടെങ്കിലും കൂടിയിട്ട് അതിൽ അവൾക്ക് ഭയങ്കര വിശ്വാസമായി. ഒരു 16 ചാല് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, ഈ ചെരുപ്പ് നോക്കി കണ്ടില്ല. അങ്ങനെ മാതാവിൻ്റെ ഫോട്ടോത്തിൻ്റെ അവിടെ വന്നിട്ട് അവൾ പ്രാർത്ഥിച്ചു, ദൈവമേ വണ്ടി കിടക്കുന്നത് പുറത്താണ്, ഇനിയിപ്പോൾ ഈ ചെളിയിൽ കൂടെ നടന്നു പോകണല്ലോ, എൻ്റെ ചെരുപ്പ് കാണാമല്ലോ അമ്മേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിഞ്ഞപ്പോണ്ട് ചെരുപ്പ് മുന്നിൽ കിടക്കണം. ഞങ്ങളൊരു 16 തവണ എൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാ, ചെരുപ്പ് കണ്ടില്ല. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ചെരുപ്പ് അവിടെ കിടക്കുക, ആരും കൊണ്ടുവന്നിട്ട പോലെ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായി. അതുപോലെ തന്നെ എൻ്റെ മകൻ 4ാമത്തെ മകനാണ്. അവന് 75% മാർക്ക് പോലും +2 കിട്ടുമെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അവനാൾ കുറച്ച് കളി, ബാസ്ക്കറ്റ് കളി, സ്കൂളിലെ വലിയ ടീം മെമ്പറൊക്കെയാണ്. ഈ കളി കാരണം ഇവൻ്റെ പഠിപ്പ് ഉഴപ്പില്ലോ എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് അവൻ തന്നെ പറഞ്ഞു, ഒരു 75 എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നീ കാശ് രൂപം നിൻ്റെ കയ്യിൽ വെക്ക്, നീ എക്സാം എഴുതുമ്പോൾ മാതാവിനോട് ചോദിച്ച് നീ എക്സാം എഴുത്, മാതാവ് നിനക്ക് വഴി കാണിച്ചു തരും. അങ്ങനെ പറഞ്ഞ് അവൻ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ 85% മാർക്ക് കിട്ടി. മാതാവിന് 1000 നന്ദി. അതുമാത്രമല്ല, അവന് ക്രൈസ്റ്റ് ബാംഗ്ലൂർ പഠിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞു. അങ്ങനെ ക്രൈസ്റ്റിലേക്ക് ഞാൻ അവനെ തൃശ്ശൂർ ഒരു എക്സാം എഴുതി പാസ്സായി. അങ്ങനെ ക്രൈസ്റ്റിൽ പോയി നോക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ആളുകളുണ്ട് അവിടെ. അതായത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുനിന്നും ബാംഗ്ലൂർക്ക് കുട്ടികൾ വന്നിട്ടുണ്ട്. വന്നുള്ളവരിൽ ബ്രാഹ്മിൻസും അതുമാതിരി പട്ടന്മാരും ഭയങ്കര ബുദ്ധിമാന്മാർ പോലത്തെ ജനങ്ങളിങ്ങനെ വന്ന് നിൽക്കുക. ഞാനും എൻ്റെ മോനും പാൻറ്റും ഷർട്ടും ഇട്ടിട്ട് സാധാരണ മലയാളിയായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഞാൻ വിചാരിച്ചു, ഇത് ഭയങ്കര ബുദ്ധിമാന്മാരൊക്കെയാണല്ലോ, ദൈവമേ എങ്ങനെ പിന്നെ സീറ്റ് കിട്ടാൻ പോണേ. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ കൊന്ത ജപിച്ചു. 4-5 കൊന്ത ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല പപ്പ, ഇൻ്റർവ്യൂ ഒക്കെ നന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് അനുഗ്രഹിക്കൂടാ. പിറ്റേന്ന് മെയിൽ വന്നു, അവൻ സെലക്റ്റഡായി. അപ്പോൾ അതിനും മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ മകളുടെ സാക്ഷ്യം മകൾ പറയും. അവളുടെ പേര് നിമ ജോസഫ്. എൻ്റെ പേര് നിമ എന്നാണ്. ഞാൻ 2022 12th പാസ് ഔട്ട് ആയത്. ഞാൻ ചെറുപ്പം തൊട്ട് എനിക്ക് MBBS പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ഡോക്ടറാവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡോക്ടർ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സ്പെസിഫിക്കലി എനിക്ക് ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെറുപ്പം തൊട്ടേ പറയും, നമുക്ക് 12th കഴിഞ്ഞതിന് ശേഷം കോച്ചിങ്ങിന് പോകണം, അത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ ഈവൻ മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ അത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പഠിച്ച് MBBS ഡോക്ടർ ആവണം എന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ 12th കഴിയാറായപ്പോഴത്തേനും 12th ഒരു മിഡായപ്പോൾ ഇങ്ങനെ എൻ്റെ എൽഡർ സിസ്റ്റർ ഓൾറെഡി കാനഡയിലുണ്ട്, പഠിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എൻ്റെ സെക്കൻഡ് സിസ്റ്ററിനും ഇങ്ങനെ കാനഡയിൽ പോകണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോകാനിരുന്നിരുന്നത്. പക്ഷേ ചേച്ചിക്ക് ഒരു ഡ്രീം കമ്പനി ആയിരുന്നു IBM. അപ്പോൾ അവിടെ ഒരു ജോബ് ഓഫർ കിട്ടിയപ്പോൾ ഓർത്തു 1 year എക്സ്പീരിയൻസിന് ശേഷം പോകാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ 12th കഴിഞ്ഞപ്പോൾ ഞാനും രണ്ടാമത്തെ ചേച്ചിയും കൂടെ ഒരുമിച്ച് പോകാമെന്ന് അങ്ങനെ ഒരു സംസാരം വീട്ടിലിങ്ങനെ ജസ്റ്റ് പറഞ്ഞു, നീ പോയി നോക്കുന്നോന്ന്.
ഞാൻ എന്തോ ഒരു പൊട്ടബുദ്ധി എന്ന് പറഞ്ഞാൽ മതി, എൻ്റെ അത്രയും കാലത്തെ ആഗ്രഹമൊക്കെ ഞാൻ വിട്ടിട്ട് ചേച്ചിമാരുടെ കൂടെ ഒരുമിച്ച് നിൽക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനതിന് യെസ് കയറി പറഞ്ഞു. ഞാൻ കാനഡയിൽ പോകാമെന്ന് ഡിസൈഡ് ചെയ്തു. ഡിസിഷൻ എടുത്താൽ മാത്രം പോരാ, അതിന് ഒത്തിരി പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ സ്റ്റുഡൻ്റായിട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമൊക്കെ ചൂസ് ചെയ്തു. അപ്പോൾ ഞാൻ 11th 12th ഒക്കെ സയൻസ് സ്ട്രീം പഠിച്ച ഒരാളാണ്. പക്ഷേ ഞാൻ അവിടെ പോവാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ബാച്ചിലർ ഡിഗ്രീസ് എല്ലാം നോക്കുമ്പോൾ എല്ലാം 4 years ആണ്. കാനഡയിലെല്ലാം 4 year ഡിഗ്രീസാണ്, അൺലൈക്ക് നാട്ടിലെ പോലെ. നാട്ടിൽ 3 years ആണ്. അപ്പം ഞാൻ ഓർത്തു 4 years അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാമെന്ന് പറയുന്നത് ഒരു ഹെഫ്റ്റി എമൗണ്ട് ഓഫ് മണി അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് ഓർത്ത് യൂഷ്വലി ഒരു 80% കുട്ടികളും കാനഡയിൽ പോകുമ്പോൾ ചൂസ് ചെയ്യുന്ന പോലെ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിപ്ലോമ, കനേഡിയൻ ഡിപ്ലോമ പഠിക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഞാൻ അത് ആലോചിച്ചപ്പം സയൻസിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിപ്ലോമ കോഴ്സൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇനിയിപ്പം നീ അത്യാവശ്യം നന്നായി പഠിക്കുന്നതാണ്, അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള ആളാണ്, അപ്പം നീ ഒരു കാര്യം ചെയ്യുക, ബിസിനസ്സിൽ എന്തെങ്കിലും പഠിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എൻ്റെ കഴിവിൽ. ഓക്കെ, ഞാൻ എന്തെടുത്താലും എനിക്ക് പഠിക്കാൻ പറ്റും. എനിക്കങ്ങനെ ഇന്നേ വരെ ഞാനങ്ങനെ ഒരു മോശം കുട്ടി, പഠിക്കില്ല, അയ്യോ പ്രത്യേകിച്ച് ഒരു കഴിവില്ല, അങ്ങനെ ആരും എന്നെക്കുറിച്ച് പറയാറുമില്ല. എനിക്കും അങ്ങനെ തോന്നാറില്ല. എനിക്ക് എൻ്റെ കഴിവിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഇത്രയും വർഷം. അപ്പം ഞാൻ ഓക്കെ എന്നാൽ ഇൻ്റർനാഷണൽ ബിസിനസ് എടുത്തേക്കാം എന്നോർത്ത് അതെടുത്തു. പിന്നെ അങ്ങോട്ട് ഫുൾ പ്രാർത്ഥനയാണ്. IELTS എഴുതുന്നു, IELTS ഫസ്റ്റ് ട്രയൽ തന്നെ പാസ്സാവുന്നു. അപ്പോൾ കോൺഫിഡൻസ് കൂടി. 7 സ്കോർ വെച്ച് എല്ലാത്തിലും ഈച്ച് മൊഡ്യൂളിലും കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. IELTS കിട്ടിയ സ്ഥിതിക്ക് ഇനി ബാക്കിയെല്ലാം ഭയങ്കര ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കോളേജസ് അപ്ലൈ ചെയ്യുന്നു. ലക്കിലി എനിക്കും എൻ്റെ ചേച്ചിക്കും സെയിം കോളേജിലാണ്. ഞങ്ങൾ ഒത്തിരി കോളേജസ് അപ്ലൈ ചെയ്തെങ്കിലും 2 പേർക്കും സെയിം കോളേജിലാണ് കിട്ടിയത്. അപ്പം നമ്മളിതൊക്കെ ഭയങ്കര എന്തോ എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുവാണ്. അങ്ങനെ കോളേജിൽ സീറ്റൊക്കെ കിട്ടി, നമ്മൾ വിസയ്ക്കൊക്കെ വെച്ചു. നമ്മളധികം ബുദ്ധിമുട്ടേണ്ടിയൊന്നും വന്നില്ല. ചേച്ചിക്കൊക്കെ വിത്തിൻ 1.5 months വിസ വന്നു. എനിക്കാണ് ഒരു ഇച്ചിരി കൂടെ വൈകിയത്, 2.5 മാസം എടുത്തു. പക്ഷേ ആ സമയത്ത് കോവിഡ് ടൈം ആയതുകൊണ്ട് യൂഷ്വലി വിസ പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് തന്നെ 3.5 months ആണ്. അപ്പോൾ ടേക്കിംഗ് ദാറ്റ് ഇൻ ടു കൺസിഡറേഷൻ എനിക്ക് ആ ടൈം വലിയ അധികമായിട്ട് തോന്നിയില്ല. പക്ഷെ എന്നാലും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി വിസ കിട്ടി. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവർക്കും ഇവിടെ ഒരുപാട് പേര് എനിക്കറിയാം പുറത്തു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാനും നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്, ഒരുപാട് അബ്രോഡ് കൺട്രീസിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവരുടെയൊക്കെ ഉള്ളിലൊരു എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതേ സെയിം എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും ചേച്ചിയും പോകാൻ വേണ്ടി ഇരുന്നായിരുന്നത്. അങ്ങനെ ഫുൾ പ്ലാനിങ് ആയി, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, പാർട്ട് ടൈം ചെയ്യണം, അങ്ങനെ ആകെ പ്ലാനിങ് ആണ്. അങ്ങനെ ഞങ്ങൾ ഡിസംബർ ലാസ്റ്റ് വീക്കാണ്, ക്രിസ്മസിൻ്റെ തൊട്ട് മുന്നേ 22 December 2022 ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ലൈക്ക് യു ഓൾ നോ, കാനഡ ഭയങ്കര എക്സ്ട്രീംലി കോൾഡ് കൺട്രിയാണ്. സ്പെഷ്യലി ഞങ്ങൾ രണ്ടുപേരും നിന്നിരുന്നത് സഡ്ബറി എന്ന് പറയുന്ന ഒരു സിറ്റിയിലായിരുന്നു. അപ്പോൾ അവിടെ യൂഷ്വലി -45 -50 ഒക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള വെതറുള്ള സ്ഥലമാണ്. പക്ഷേ തണുപ്പൊന്നുമല്ല എന്നെ അവിടെ ഡിഫീറ്റ് ചെയ്തത്. തണുപ്പൊക്കെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഓർത്താണ് ഇരുന്നുകൊണ്ടിരുന്നായിരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ നേരിട്ട എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ എന്നോട് തന്നെ ഭയങ്കര പിറ്റിയായിട്ട് ഫീൽ ചെയ്യുന്ന എക്സ്പീരിയൻസസ് ആണ് എനിക്ക് അവിടെ ഉണ്ടായത് മൊത്തം. അത് ആൾക്കാരാണേലും, ഞാൻ വർക്ക് ചെയ്യാൻ പോയ സ്ഥലത്താണേലും, കോളേജാണേലും, ഞാൻ എവിടെയൊക്കെ എൻ്റെ കാല് കുത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ എനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഞാൻ റെഗുലർലി പ്രാർത്ഥിക്കുന്ന ഒരാളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഞാനങ്ങനെ ഒരുപാടൊന്നും പ്രാർത്ഥിക്കുന്നില്ല. ജസ്റ്റ് വർക്കിനോ അല്ലെങ്കിൽ കോളേജിലോട്ടോ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ കർത്താവെ അനുഗ്രഹിച്ചോളെ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് തുടങ്ങുമായിരുന്നു. പ്രത്യേകിച്ച് കഷ്ടപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരു കഷ്ടപ്പാടല്ല, എന്നാലും അതിനു വേണ്ടി സമയം കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കാനോ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കാര്യങ്ങൾ ദൈവമായിട്ട് ഡിസ്കസ് ചെയ്യാനോ അങ്ങനെ സമയമൊന്നും ഞാൻ ചിലവാക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇനിഷ്യലി ഒരു 3 months എനിക്ക് ജോബ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു അബ്രോഡ് കൺട്രിയിൽ നമുക്ക് പാർട്ട് ടൈം ഇല്ലാതെ ഒരു സ്റ്റുഡൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അന്നേരം എൻ്റെ എക്സ്പെൻസസ് ഒക്കെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ പേരൻസ് തന്നെയാണ്. പിന്നെ നമുക്ക് കാനഡയിലൊരു GIC എമൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അത് എല്ലാ മാസവും നമുക്ക് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അത് വെച്ച് റെൻ്റ് അടയ്ക്കുന്നു, ഗ്രോസറീസ് മേടിക്കുന്നു, ബാക്കി ചിലവുകളെല്ലാം നോക്കുന്നു. അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു 3 months പോയി. ഞങ്ങൾ ആ സിറ്റി ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ ടൊറൻറ്റോ എന്ന് പറഞ്ഞൊരു കാനഡയിലൊരു സിറ്റിയിലേക്ക് മാറി.
അവിടെ ചെന്നപ്പോഴാണേലും അവിടേക്ക് വരുമ്പോഴും ഭയങ്കര കോൺഫിഡൻസ് ആണ്. എനിക്കിവിടെ എന്തായാലും ഒരു പാർട്ട് ടൈം കിട്ടും. അതിൻ്റെ കുട്ടി കുട്ടി ഇൻ്റർവ്യൂസാണ്, എന്നാലും അവിടെ അതൊക്കെ വലിയൊരു ഡീലാണ്. അവിടെ പോയപ്പോൾ ഒരു നോർമൽ ഒരു ബർഗർ ചെയിൻ ഷോപ്പിൽ വർക്ക് ചെയ്യണമെങ്കിൽ പോലും അവിടെ 1-2 ലെവൽസ് ഓഫ് ഇൻ്റർവ്യൂസാണ്. അപ്പോൾ എൻ്റെ ഇതിൽ ഇതൊക്കെ സിമ്പിളല്ലേ, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ എന്ന് ഓർത്ത് ഞാൻ ഓരോന്നിനൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് കിട്ടി. ശരിയാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ജോബും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ കിട്ടുന്നിടത്തെല്ലാം 8ൻ്റെ പണിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണത്. എല്ലായിടത്തും പ്രശ്നങ്ങൾ മാത്രം, എന്നും കിടന്ന് കരയാന്നല്ലാതെ എനിക്ക് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ ഓരോ ദിവസം ഞാൻ പപ്പനെയും മമ്മിനെയും വിളിച്ച് സംസാരിക്കുമ്പോൾ അവർക്കും വിഷമമാണ്. കാരണം ഇത്രയും ഹാപ്പിയായി എക്സൈറ്റഡായി ഞാൻ ചാടിത്തുള്ളി ചേച്ചിമാരുടെ കൂടെ നിൽക്കാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഞാൻ എന്നും വിളിച്ച് കരച്ചിലാണ്, എനിക്ക് അതില്ല ഇതില്ല. അപ്പോൾ ഇവർ പറയും പ്രാർത്ഥിക്കുക, നീ പള്ളിയിൽ പോ. പക്ഷെ പള്ളിയിലൊന്നും പോവാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മോർ ദൻ ദാറ്റ് എനിക്ക് മനസ്സുകൊണ്ട് ഓക്കെ ദൈവത്തിൽ ആശ്രയിച്ചാലാണ് എൻ്റെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ഉള്ളിലില്ല. എന്നെക്കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എവിടെയും അങ്ങനത്തെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എന്നെ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേജിലേക്ക് എത്തിച്ചതും. അങ്ങനെ എൻ്റെ ഓവർ കോൺഫിഡൻസ് കൂടി എനിക്ക് കിട്ടുന്നതെല്ലാം മോശം എക്സ്പീരിയൻസസ് ആയി തുടങ്ങി. അങ്ങനെ മാസങ്ങൾ പോയി തുടങ്ങി. ഒരു 2-3 സെമസ്റ്റർ ആയപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ സയൻസ് എടുത്ത് പോയ ഒരാളാണ്. അപ്പോൾ ബിസിനസ് എനിക്ക് ഹാർഡാവുന്ന ആരും വിചാരിക്കുന്നില്ല, പക്ഷേ എനിക്കത് ഹാർഡായി. അങ്ങനെ ഞാൻ ഒരു എൻ്റെ 2nd സെമ്മിൽ വെച്ച് ഞാനൊരു സബ്ജക്റ്റിൽ ഫെയിലായി. അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഫെയിലിയറാണത്. ഞാൻ ത്രൂ ഔട്ട് നന്നായി പഠിച്ച് എല്ലാവരെയും പ്രൗഡാക്കുന്നൊരു പേഴ്സണാണ്. മോർ ദൻ ദാറ്റ് എന്നെ തന്നെ ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ കാണുന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു സബ്ജക്റ്റിൽ ഫെയിലാവുന്നത്. അന്നതോടെ എനിക്ക് മനസ്സിലായി കോൺഫിഡൻസ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, ഞാൻ മറ്റേ ലോക തോൽവിയാണെന്നുള്ള ഒരു റിയലൈസേഷൻ എനിക്ക് വരാൻ തുടങ്ങി. അതൊക്കെ വിട്ട് ഞാൻ ഓർത്ത് നോക്കി 3rd സെമസ്റ്ററിൽ അത് എഴുതിയെടുക്കാം എന്ന് പറഞ്ഞ് 3rd സെമസ്റ്ററിൽ ഞാൻ ആ സെയിം സബ്ജക്റ്റ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു. ആ സെമസ്റ്ററിലും ഞാൻ ആ സെയിം സബ്ജക്റ്റ് പിന്നെയും ഫെയിലാവുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സബ്ജക്റ്റും കൂടെ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചതെല്ലാം എൻ്റെ ടിൽ 4th ഗ്രേഡ് പഠിച്ചതെല്ലാം അബുദാബിയിലാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഞാൻ ജനിച്ചതും എൻ്റെ 4th ഗ്രേഡ് വരെ പഠിച്ചതും അവിടെയാണ്. പപ്പയൊക്കെ അവിടെ 25 ഇയേഴ്സോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു കോൺഫിഡൻസിൽ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, എനിക്ക് സംസാരിക്കാൻ പറ്റും, എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് എനിക്ക് എൻ്റെ ഫൈനൽ ഗ്രേഡ് ആ സബ്ജക്റ്റിൽ വരുന്നത് വരെയും എൻ്റെ മാർക്സ് 80% ആണ് ഓൺ 100. പക്ഷെ എൻ്റെ മാർക്ക് ലിസ്റ്റ് 3rd സെമ്മിൽ വന്നപ്പോൾ ആ സബ്ജക്റ്റിൽ എനിക്ക് 25% എങ്ങാണ്ടോ ഇട്ട് എന്നെ ഫെയിലാക്കിയവർ. എനിക്ക് അറിഞ്ഞുകൂടാ ഇത് 80% ഇരുന്നിരുന്ന മാർക്ക് എങ്ങനെ ഇത് 25 താന്നു എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. പക്ഷേ അത് അന്വേഷിക്കാൻ പോകാനുള്ള മനസ്സില്ല. കാരണം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ 2nd സെമ്മിൽ ഫെയിലായ സെയിം സബ്ജക്റ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്തത് പിന്നെയും ഫെയിലായി. അപ്പോൾ ആ ഒരു വിഷമത്തിൻ്റെ ഇടയിൽ ഞാൻ ഇംഗ്ലീഷ് ഫെയിലായതൊന്നും നോക്കാൻ പോയില്ല. ഞാൻ എൻ്റെ പേരൻസിനായിട്ട് ഡിസ്കസ് ചെയ്തു. അവർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുന്നത്, എനിക്ക് എന്താ തോന്നണം, നിനക്കിത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ അതോ നിനക്ക് തിരിച്ച് വരണോ നാട്ടിലോട്ട്? അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടാണ്, നമ്മൾ ലോണിലൊന്നും അല്ല പോയിരിക്കുന്നത്. അപ്പോൾ ഫുൾ ഫീസും 2 ഇയറിനെ പേ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു എമൗണ്ട് പേ ചെയ്തിട്ട് തിരിച്ച് നാട്ടിലോട്ട് വരണമല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷേ ഞാൻ ഇവരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു, നിനക്ക് കോൺഫിഡൻസ് ഉണ്ടേ മാത്രം നിന്നാൽ മതി. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. എനിക്ക് എൻ്റെ കഴിവിലുള്ള വിശ്വാസമൊക്കെ കുറഞ്ഞു തുടങ്ങി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ആകെ ഒരുപാട് ദിവസം വിഷമിച്ച് ഫുഡ് കഴിക്കാതെ അങ്ങനെ അങ്ങോട്ട് ഇരുന്നു. ഫൈനലി ഡിസൈഡ് ചെയ്തു നാട്ടിലോട്ട് വരാം. പപ്പയും അമ്മയും പറഞ്ഞു, നീ നാട്ടിലേക്ക് വന്നോ, കുഴപ്പമില്ല, ഞാനാണ് തിരിച്ച് വിളിക്കണം, ഒന്നും പേടിക്കണ്ട, നാട്ടിൽ വന്നോ. അപ്പോൾ അറ്റ് ദ സെയിം ടൈം എൻ്റെ രണ്ടാമത്തെ എൽഡർ സിസ്റ്ററിനും ഇതുപോലെ അവൾ ഡിഗ്രി എല്ലാം കംപ്ലീറ്റ് ചെയ്തു, വിത്ത് ഓണേഴ്സ് എല്ലാം പാസ് ഔട്ടായി. പക്ഷെ അവൾക്ക് ഇതുപോലെ ജോബ് കിട്ടാൻ ഭയങ്കര ഹാർഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ നാട്ടിലേക്ക് വരാമെന്ന് ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡായി ഇവിടുന്ന് 6-7 മാസത്തെ പ്ലാനിങ്ങോടെ പോയി ഞാൻ വിത്തിൻ 1 ഇയർ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഇത്രയും ഒരു വലിയ പ്ലാനായി അബ്രോഡ് പോയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരാളുടെ അവസ്ഥ എനിക്കറിയില്ല. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിലധികമായിരുന്നു. എനിക്കത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ എല്ലാവരുടെയും ക്വസ്റ്റ്യനിങ് ആണെങ്കിലും അയ്യോ അതെന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ച് പറയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങി ഞാൻ കരയും. കാരണം എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസസ് എല്ലാം അത്രയും എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. അത്രയും വേർസ്റ്റ് എക്സ്പീരിയൻസസ് ആണ് ഞാൻ ഫേസ് ചെയ്തതെല്ലാം. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് എത്തി. നാട്ടിൽ വന്നപ്പോഴും ഒരു പ്ലാനും ഇല്ല ഇനി എന്ത് ചെയ്യണം. എനിക്ക് ബൈ ദെൻ 19 ഇയേഴ്സ് ഓൾഡാണ് ഞാൻ. 20 എനിക്ക് 20 ഇയേഴ്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഇനി ഒരു ഡിഗ്രി എടുക്കണോ, ഇനി എന്തെടുക്കണം? കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം എൻ്റെ
എൻ്റെ ഒരു 10 മീറ്റർ അപ്പുറത്ത് പോലും എനിക്ക് കാണാനില്ല. കോൺഫിഡൻസ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. അത്രയും കാലം എല്ലാവരോടും ഭയങ്കര സ്മാർട്ടായി സംസാരിച്ചിരുന്ന എനിക്ക് ക്രൗഡ് ഭയങ്കര പേടിയായി. എനിക്ക് ആളുകളോട് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. എല്ലാത്തിനും ഒരു ഭയങ്കര ഫിയറായി തുടങ്ങി ലൈഫിൽ. പേരൻസിൻ്റെ അടുത്തും സിബ്ലിങ്സിൻ്റെ അടുത്തും മാത്രം സംസാരിക്കും. ഈവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും ഞാൻ സംസാരിക്കാറില്ല. എനിക്ക് എന്ത് പറയണം എന്ന് പോലും അറിയില്ല. എനിക്ക് ഒരാളുടെ മുഖത്ത് നോക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ പപ്പയുടെ അടുത്ത് ഇങ്ങനെ ഒരു ഹിന്ദു ആൻറ്റിയാണ്. പുള്ളിക്കാരി നമ്മുടെ വീട്ടിൽ പപ്പയുടെ ക്ലോത്ത്സ് എല്ലാം അയേൺ ചെയ്യുന്ന ഒരു ആൻറ്റിയാണ്. അങ്ങനെ ആ ആൻറ്റി പറഞ്ഞിട്ടാണ് നമ്മൾ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അതിന് മുന്നേ വരെ ഞാൻ ഈ പേര് കേട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ കാനഡയിലുണ്ടായിരുന്നപ്പോൾ ആണെങ്കിൽ ഈ റീൽസിലെല്ലാം ഇൻസ്റ്റഗ്രാം റീൽസിനകത്ത് ട്രോൾസ് ആയിട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടിരിക്കുന്നത്. പക്ഷെ നമ്മളതിനെ മോക്ക് ചെയ്തിട്ടില്ല. ഞാൻ ചിന്തിക്കാറ് ഓക്കെ, അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്, നമുക്കതിനെപ്പറ്റി അറിയില്ല, അപ്പം നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടെന്നാണ് ഓർക്കാറ്. നാട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടതും മമ്മിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പം മമ്മി ആദ്യം പപ്പയുടെ അടുത്ത് പറഞ്ഞപ്പോഴാണെങ്കിലും പപ്പയ്ക്ക് ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു ഹിന്ദു ആൻറ്റി അതിനെപ്പറ്റി സംസാരിച്ചപ്പോഴാണ് പപ്പയ്ക്ക് മനസ്സിലായത് ഓക്കെ, വേറെ റിലീജിയനിലുള്ള ആൾക്കാർക്ക് പോലും ഇത്രയും ബിലീഫാണ്, അപ്പോൾ വൈ ഡോണ്ട് വി ഗോ എന്നുള്ള ഒരു തോട്ട് വന്നത്. അങ്ങനെ മാർച്ചിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അന്ന് എൻ്റെ തൊട്ട് മേലെയുള്ള സിസ്റ്ററും എൻ്റെ ബ്രദറും ഉണ്ട്. മൂത്ത ചേച്ചി കാനഡയിൽ തന്നെയാണ്. ഞങ്ങൾ 3 പേരും ഇവിടെ വരുമ്പോൾ, ഞങ്ങൾ അവിടെ ഉള്ള ഡോറ് വഴി വരുമ്പോൾ ഞങ്ങളുടെ 3 പേരുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്താ ഈ സ്ഥലം ഇങ്ങനെയെന്നുള്ളൊരു എക്സ്പ്രഷനായിരുന്നു. കാരണം നമ്മൾ ആളുകൾ ഇങ്ങനെ മേത്തോട്ട് തട്ടിക്കയറി വരുന്നു, ഭയങ്കര ക്രൗഡാണ്, ഭയങ്കര ഒരു നമുക്ക് ആകെ കൂടെ ഒരു ബുദ്ധിമുട്ടും ഒരു സഫക്കേഷനും ഫീൽ ചെയ്യുന്നൊരു അവസ്ഥയായിരുന്നു. ഞങ്ങൾ 3 പേര് അകത്ത് വന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു പപ്പയുടെ അടുത്ത് നമുക്ക് തിരിച്ചു പോവാം, ഇവിടെ ഒരു സുഖമില്ല, ഇവിടെ നിൽക്കാൻ തോന്നണില്ല, ഭയങ്കര ക്രൗഡ്, ഭയങ്കര ചൂട്, ഭയങ്കര അനോയിഡ് ആവണു എല്ലാവരും എന്ന് പറഞ്ഞ് എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലല്ല ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. പപ്പയും മമ്മിയും പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കാനല്ല വന്നത്, അത് മാത്രം നോക്കിയാൽ മതി, ആൾക്കാർ എന്ത് ചെയ്യുന്നു, ആൾക്കാർ ക്രൗഡഡായി നിൽക്കുന്നുണ്ടോ അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, നമ്മളിവിടെ വന്ന പേർപ്പസ് എന്താണോ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ ആദ്യത്തെ ഉടമ്പടി എടുത്ത്, മാർച്ചിലാണ് ഉടമ്പടി എടുക്കുന്നത്, ക്ലാസ്സിന് കയറി. അവിടെ അച്ഛൻ്റെ സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് ഭയങ്കര ക്ലിയറായിട്ട് കേൾക്കാനില്ല, കാരണം ഒത്തിരി ആൾക്കാരുണ്ട്. അന്നൊന്നും ഞങ്ങൾ ശരിക്കും അന്ന് വന്ന ദിവസം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ ആളുകൾ ഇത്രയും ക്രൗഡഡായി നിൽക്കുന്നത് എന്തിനാണ്. ഒരു പൂരത്തിനുള്ള ആൾക്കാർ സത്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് എന്തുകൊണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ട് തുടങ്ങിയപ്പോഴും ഇതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടുത്തെ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് മിറക്കിൾസ് ഒരുപാട് ആളുകൾക്ക് കൊടുക്കുന്നുണ്ടെന്നും. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ കഴിവ് കൊണ്ടല്ല, അച്ഛൻ എപ്പോഴും ഇവിടുത്തെ ജോസഫ് അച്ഛൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പോലെ നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇതെല്ലാം കിട്ടുന്നതെന്ന് പറയുമ്പോഴും തുടക്കത്തിൽ ഭയങ്കര വിശ്വാസക്കുറവായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഓൺ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഹൗ പവർഫുൾ ഇവിടുത്തെ മാതാവേഴ്സ് ആൻഡ് ഇവിടുത്തെ ഡിവോട്ടീസ് ആണെങ്കിലും എത്രത്തോളം ടൈമും എഫേർട്ടും എടുത്താണ് ഓരോരുത്തരും ഇങ്ങോട്ട് ഒരുപാട് ദൂരത്തു നിന്നാണെങ്കിലും ഇങ്ങോട്ട് വരുന്നതെന്നും മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓർത്തു ഞങ്ങളുടെ ഈ ചെറിയ എഫേർട്ടൊന്നുമല്ല, ഇവിടെ ആൾക്കാർ ഒത്തിരി ദൂരത്തു നിന്നൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ നമുക്കിതൊന്നുമല്ല, എന്നാലും ആദ്യമൊക്കെ ഭയങ്കര കംപ്ലൈൻറ്റിങ് ആയിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇപ്പം അപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഓരോരുത്തർക്കായി കിട്ടാൻ തുടങ്ങി. എൻ്റെ അടുത്ത് ഞാൻ കാനഡയിൽ പോകുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ വീട്ടിലുള്ളവർ പറയുമായിരുന്നു നീ BSc നേഴ്സിംഗ് ഒന്ന് പഠിച്ചു നോക്ക്, അതൊരു നല്ല ഫീൽഡാണ്, ഒത്തിരി സ്കോപ്പുള്ള ഫീൽഡാണ്, നിനക്ക് പറ്റും, നീ അത്യാവശ്യം കൈൻഡാണ്, നിന്നെ കൊണ്ട് പറ്റുമോ അത് എന്നൊക്കെ പറയാറുണ്ട്. അന്നൊക്കെ എനിക്ക് ഭയങ്കര പുച്ഛമായിരുന്നു. ഞാൻ പറയും നേഴ്സോ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഓൾറെഡി MBBS തീരുമാനിച്ച ആളാണ്, എനിക്ക് നേഴ്സൊന്നും ആവാൻ പറ്റില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് ഞാൻ പറയാറുണ്ട് നേഴ്സിംഗ് അത്ര പോരാ എന്ന് ഞാൻ എപ്പോഴും പറയും. അങ്ങനെ പറഞ്ഞിരുന്ന് മാർച്ചിൽ ഞങ്ങൾ ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ മൂത്ത ചേച്ചി ഭയങ്കര കൺസേൺഡ് ആയിരുന്നു എന്നെക്കുറിച്ച്. അവൾ എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ആൾ. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യും ഇനി അടുത്തത് എന്നുള്ള ഒരു ടെൻഷൻ, എന്നെക്കാട്ടിലും കൂടുതൽ ടെൻഷൻ അവൾക്കാണ്. അങ്ങനെ അവൾ ഭയങ്കരമായിട്ട് അവൾ ഇവിടെ വന്നിട്ടില്ല കൃപാസനത്തിൽ, പക്ഷേ ഇവിടുത്തെ മാതാവിൻ്റെ മിറക്കിൾസ് ആണെങ്കിലും ഇവിടുത്തെ ജോസഫ് അച്ഛൻ്റെ സംസാരത്തിലാണെങ്കിലും ഭയങ്കര ബിലീഫുള്ള ആളാണ്. കൃപാസനത്തിന് ഞങ്ങളെക്കാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ബിലീഫുള്ള ആളാണ് ഞങ്ങളുടെ മൂത്ത ചേച്ചി. അങ്ങനെ ചേച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നൊന്നും എനിക്കറിയില്ല, മാർച്ച് 3 മാസം ഞാൻ നാട്ടിലെത്തിയിട്ടും എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്. അങ്ങനെ ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നിമ എന്ത് ചെയ്യും മാതാവ്, ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു വിഷൻ പോലെ മനസ്സിലേക്ക് വന്നു.
അവൾ നേഴ്സ് ആവണം എന്ന് എന്തോ ഒരു വോയിസ് പറയുന്ന പോലെ. അങ്ങനെ ഫെമി എന്നാണ് പേര് അവളുടെ. അവൾ പോലും വിചാരിച്ചിട്ടില്ല BSc നഴ്സിംഗ് അതെന്നുള്ളൊരു സംഭവം ഞാൻ പഠിക്കുമെന്നോ ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരു നേഴ്സ് ആവുമെന്നോ ഒന്നും അങ്ങനെ ഒരു ചിന്ത പോലുമില്ല. ആ ഒരു ഫീൽഡിലേക്ക് ആർക്കും അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾ തന്നെ അന്ന് രാത്രി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു, ഇങ്ങനെ എൻ്റെ അടുത്ത് ആരോ പറയുന്ന പോലെ തോന്നി, നീ അതൊന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ, ദൈവം ആയിട്ട് പറഞ്ഞ് കൊടുത്തൊരു കാര്യമാണ്, ലെറ്റ്സ് സീ. ഞാനത് മനസ്സിൽ വെക്കുന്നുണ്ട്, ഞാൻ അതിനെപ്പറ്റി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇനി മുതൽ ക്വിക്ക് ഡിസിഷൻസ് വേണ്ട, മാതാവിനോട് പ്രാർത്ഥിച്ച് മനസ്സുകൊണ്ട് അത്രയും ആ ഡിസിഷനോട് ഒത്തുപോവുകയാണെങ്കിൽ മാത്രം അത് എടുത്താൽ മതി എന്നുള്ളൊരു ഐഡിയയിലോട്ട് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നെക്സ്റ്റ് ഡേ ആ ഒരു ടൈമിൽ തന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം പപ്പയുടെ ഒരു കസിനാണ്, സിസ്റ്ററാണ്, സാബ്സ് എന്ന് പറയുന്ന ഒരു അഡോറേഷൻ ഫൗണ്ടേഷനിലുള്ള ഒരു സിസ്റ്ററാണ്. അങ്ങനെ പുള്ളിക്കാരി അൺഎക്സ്പെക്റ്റഡായി പപ്പനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്താണ് ഇങ്ങനെ മൂന്നാമത്തെ മോളിപ്പോൾ എന്താ ചെയ്യണേ, അവൾ നാട്ടിലുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അപ്പോൾ പറഞ്ഞു നാട്ടിലുണ്ട്. അപ്പോൾ പറഞ്ഞു എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കണു അവൾ നേഴ്സ് ആവാൻ പഠിക്കണം, അതിങ്ങനെ മനസ്സിൽ കുറച്ച് ദിവസമായി ഇങ്ങനെ വരുന്നു, അപ്പോൾ അതെനിക്ക് പറയണം തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര കോയിൻസിഡൻ്റലായിട്ട് തോന്നി. കാരണം ഞാൻ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ്, എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു ഫീൽഡ്. പക്ഷെ അത് പറഞ്ഞതിൻ്റെ ശേഷം ഞാനും പേഴ്സണലി ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് കോൺഫിഡൻ്റ് ആയി, ഞാനൊരു നേഴ്സ് ആവണം, ഓക്കെ, അതാണ് മേ ബി എൻ്റെ തലയിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഞാനത് പഠിക്കണം എന്നുള്ളൊരു ഒരു ആവേശം വരാൻ തുടങ്ങി. ആവേശമല്ല, ഒരു കോൺഫിഡൻസ്. അത് ദിസ് ടൈം ഇറ്റ്സ് ഡിഫറെൻറ്റ്. എൻ്റെ കഴിവുകൊണ്ടുള്ള കോൺഫിഡൻസ് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് ദൈവമായിട്ട് തന്നൊരു ഐഡിയ, അല്ലെങ്കിൽ ദൈവമായിട്ട് എനിക്ക് തന്നൊരു ഗോഡ്സ് പ്ലാനാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് ആ ഗോഡ്സ് പ്ലാനിൽ ഞാൻ കോൺഫിഡൻ്റ് ആവാൻ തുടങ്ങി. പക്ഷെ എന്തെന്ന് ചെയ്യണം, ഒന്നും അറിയില്ല. BSc നഴ്സിംഗ് പഠിക്കണം, നേഴ്സ് ആവണം, ഇത്രേ അറിയുള്ളൂ, ഒന്നും അറിയില്ല. അങ്ങനെ ഒരുപാട് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് ഫൈനലി എനിക്ക് മനസ്സിലായി, എനിക്ക് നാട്ടിൽ പഠിക്കാൻ ഉള്ള മാർക്സ് ഇല്ല. നാട്ടിൽ സീറ്റ് കിട്ടണമെങ്കിൽ, മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടണമെങ്കിൽ പോലും ഒരു 94 above ഒക്കെ പെർസെൻറ്റ് വേണം. എനിക്ക് 86% ഉള്ളൂ. 9.1 GPA വെച്ച് എനിക്ക് നാട്ടിൽ സീറ്റ് കിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച് ഒരു 6 മാസത്തെ നീണ്ട വെയിറ്റിംഗ് ആയിരുന്നു. കുറേ പേര് ആലോചിക്കുന്നുണ്ടാവും നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഇത്രയും വെയിറ്റിംഗ് ഉണ്ടോ എന്ന്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ ഇതായിരുന്നു, എനിക്ക് ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഫൈനലി എനിക്ക് ബാംഗ്ലൂരിൽ ഒരു ക്രിസ്ത്യൻ കോളേജിൽ തന്നെ എനിക്ക് സീറ്റ് കിട്ടി. അതും ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നോർമലി നമ്മൾ കോളേജസിൽ ചേരുന്ന പോലെ ആയിരുന്നില്ല, എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. 1-2 ഇൻ്റർവ്യൂസ് കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂസിലാണെങ്കിലും എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കാശിരൂപം വെച്ചിട്ടും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും മാതാവിൻ്റെ അടുത്ത് ഒത്തിരി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇൻ്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ടൈം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ഇൻ ഗോഡ്സ് പ്ലാൻ. ആൻഡ് എനിക്ക് പറഞ്ഞ പോലെ തന്നെ എനിക്ക് 1-2 ദിവസത്തിൽ അതിൻ്റെ ഓഫ് ലെറ്റർ കിട്ടി, എനിക്ക് ആ കോളേജിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ റിജക്ഷനും ഒരു റീഡിറക്ഷനാണ്. അപ്പോൾ അതിൽ കോൺഫിഡൻ്റ് ആവുക. നമ്മളൊരിക്കലും നമ്മുടെ കഴിവുകളിൽ ഒത്തിരി കോൺഫിഡൻ്റ് ആയി പോകുന്ന സിറ്റുവേഷൻസിലെല്ലാം ഒത്തിരി വിഷമിക്കാതെ നമ്മൾ ഗോഡ്സ് പ്ലാനിൽ കോൺഫിഡൻ്റ് ആവുക. ഇനിയിപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ലൈഫിൽ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിക്ക് എൻ്റെ മൂത്ത ചേച്ചിക്ക് ഒത്തിരി ഇയേഴ്സായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി ഇവിടെ കൃപാസനത്തിൻ്റെ ധ്യാനങ്ങളും കാര്യങ്ങളും കണ്ട് പ്രാർത്ഥിച്ച് 1-2 മാസത്തിന് ശേഷം ചേച്ചി ഒരു ദിവസം ഉറങ്ങുമ്പോൾ ഇതുപോലെ ഒരു സ്വപ്നം കണ്ടു. ഇവിടുത്തെ ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്ക് മൈഗ്രെയിൻ ആണ് അച്ഛൻ, എനിക്ക് തല പൊട്ടിപ്പൊളിയുന്ന വേദനയാണെന്ന് പറഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്നു. അങ്ങനെ അച്ഛൻ തലയിൽ കൈ തൊട്ട് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നതാണ് ആ സ്വപ്നത്തിൽ കണ്ടത്. അതിൻ്റെ ശേഷം ഇന്ന് വരെ, ഇപ്പോൾ ഓൾമോസ്റ്റ് 6 months ആയി, ഇതുവരെ അവൾക്ക് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒത്തിരി എനിക്കിപ്പോൾ ഒരുപാട് പറയാൻ കിട്ടുന്നില്ല, ഞാൻ എൻ്റെ പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരി ലോങ് ആയിപ്പോയി. അപ്പോൾ ഒരുപാട് ഇതുപോലെ കുഞ്ഞു അനുഗ്രഹങ്ങളാണെങ്കിലും വലിയ അനുഗ്രഹങ്ങളാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് താങ്ക് യു ഉണ്ട് ദൈവത്തിനാണേലും ഈ കൃപാസനം എന്ന് പറയുന്ന ഈ ഒരു ഹോൾ പ്ലേസിനോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അബവ് ഓൾ ഓഫ് ദിസ് മാതാവിനോട് ഒത്തിരി താങ്ക് യു പറയാനുണ്ട്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണലി ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. മാതാവ് ഞങ്ങൾക്ക് ഇന്ന് വരെ തന്ന ഓരോ ബ്ലെസ്സിങ്സിനും. പലതും നമ്മൾ ചോദിച്ചിട്ടാണ്, പക്ഷേ അതിൽ കൂടുതലും നമ്മൾ ചോദിക്കാത്ത ബ്ലെസ്സിങ്സാണ് മാതാവ് നമുക്ക് തരുന്നത്. അപ്പോൾ ഓൾ താങ്ക്സ് ടു ഗോഡ്. ബ്ലെസ് യു ഓൾ. ഈ ഒരു കുടുംബം അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്, പ്രത്യേകിച്ച് മക്കളുടെ എല്ലാവരുടെയും കാര്യമുണ്ട്. ഇവർ ഉടമ്പടി എടുത്തിട്ട് 6 മാസമല്ലേ 6 മാസത്തെ അനുഭവങ്ങളാണ് ഇപ്പം ഇത്രയും പറഞ്ഞത്. അപ്പം ഒരുപാട് കുടുംബങ്ങൾ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് പരിശുദ്ധ അമ്മ വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഉടമ്പടി എടുക്കാൻ ഒരാളാണ് വരുന്നതെങ്കിലും
അവർ പോയിട്ട് ആത്മാർത്ഥമായിട്ട് ജീവിച്ചിട്ട് തിരികെ വരുമ്പം ഒരു കുടുംബമായിട്ടും ഒരുപാട് വ്യക്തികളുമായിട്ടും വലിയ ദൈവാനുഭവങ്ങളുമായിട്ടുമാണ് ഈ അൾത്താരയിൽ വന്നത്. ഇപ്പോൾ ഈ ആ മകൾക്ക് ലഭിച്ച അനുഭവം സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അതിലും ആ മകൾ പറയുന്നുണ്ട്, തുടക്കത്തിൽ ഒരു പക്ഷേ ഞാനിതിനെക്കുറിച്ച് കേട്ടതും കൂടുതൽ പരിഹാസവും ട്രോളുകളും മാത്രമാണ്. പക്ഷേ ഇതൊരു ദൈവാനുഭവത്തിൻ്റെ ആലയത്തിലാണ് വന്ന് നിൽക്കുന്നതെന്ന് ആദ്യം ഇവിടെ വന്നപ്പോൾ പോലും അങ്ങനെ തോന്നിയില്ലെന്നുള്ളതാണ്. പിന്നീട് ഈ പ്രാർത്ഥനയുടെ യാത്രയിൽ ചിന്തിച്ച് സാക്ഷ്യങ്ങളൊക്കെ കേട്ടു തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇവിടെ ഒരു വലിയൊരു ദൈവാനുഗ്രഹമുണ്ട് എന്നുള്ളതും. പിന്നീട് വ്യക്തിപരമായിട്ട് ആ മകൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം അച്ഛൻ്റെ ക്ലാസ്സിൽ അച്ഛൻ എപ്പോഴും സൂചിപ്പിക്കാവുന്ന ഒന്നെന്ന് പറയണത്, ഒരു വിശ്വാസം അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം ചെയ്യാനുള്ളത് നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മിലുള്ള വിശ്വാസത്തെ എടുത്തു മാറ്റി പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. മാതാവ് പറയുന്നത്, എൻ്റെ ദാസിയുടെ താഴ്മയെ അവൻ തൃക്കൺ പാർത്തു എന്നും പറഞ്ഞ് എളിമ എന്ന ഏറ്റവും വലിയ പുണ്യമാണ് ദൈവത്തിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു വ്യക്തി ആദ്യം മനസ്സൊരുക്കേണ്ടതിലാണ്. ഇപ്പം മകളുടെ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്വാഭാവികമായിട്ട് ഒരു മെറിറ്റിൽ ആശ്രയിച്ചുള്ള ഒരു ലൈഫിൽ ചെന്ന് നിന്നതിന് ശേഷം പ്രാർത്ഥിച്ച് വീണ്ടും കൂടുതൽ ദൈവത്തെങ്കിൽ ആശ്രയിച്ച് ജീവിതം ക്രമീകരിച്ചപ്പം ഒരു വ്യക്തമായിട്ടൊരു അനുഭവം ലഭിച്ചു എന്നുള്ളതാണ് മകളുടെ സാക്ഷ്യത്തിലുള്ളത്. അപ്പം മെറിറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ് ആശ്രയിക്കണം എന്നുള്ള വലിയൊരു സാക്ഷി ഇവിടെയുള്ള ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നൊരു കാര്യമുണ്ട്. ഒപ്പം ഗൃഹനാഥനാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോഴും ഇദ്ദേഹം പറയുന്നത്, എല്ലാവർക്കും ഉടമ്പടിയിൽ കടന്നു വരാനൊരു ഒരു ഒരു വൊക്കേഷൻ സ്റ്റോറിയുണ്ട്. അതായത് നമ്മളിങ്ങോട്ട് കൊണ്ടുവരും, ചിലർ വലിച്ച് അഴിച്ചുകൊണ്ട് കൊണ്ടുവരുന്നവരുണ്ട്, ചിലർ വേറെ എല്ലായിടത്തും പോയിട്ട് അവസാനത്തെ ഒരു ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഇറങ്ങി വരുന്ന നല്ലൊരു ശതമാനം പേരും അങ്ങനെ വരുന്നവരാണ്. എല്ലായിടത്തും പോയി. ഇപ്പോൾ ലാസ്റ്റ് അപ്പം ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ തുടക്കത്തിൽ ഏതോ ഒരു അവിടെ വീട്ടിൽ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവരെ സഹായിക്കുന്ന ഒരു മറ്റൊരു മതത്തിലുള്ള ഒരു ഹൈന്ദവ സ്ത്രീയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം ഈശോയും മാതാവും ഒരു മതത്തിൻ്റെതോ ഒരു വ്യക്തിയുടെ ഒന്നും സ്വന്തമല്ല. കർത്താവിനെക്കുറിച്ച് പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത എന്നാണ്. അത് ആരാണോ അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത് അവനെ തന്നെ വെളിപ്പെടുത്തും എന്നുള്ളത് ഈശോയുടെ ഒരു ഏറ്റവും വലിയൊരു റെവലേഷൻ്റെ ഭാഗമാണ്. അത് നിങ്ങൾ ഈ അൾത്താരയിൽ സാക്ഷ്യങ്ങൾ സ്ഥിരം കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയറായിട്ട്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് ക്ലിയറായിട്ട് മനസ്സിലാവും. ഇവിടെ കൂദാശകളെക്കുറിച്ചും ജപമാലയെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും ഏറ്റവും കൂടുതൽ ആഴത്തിൽ സംസാരിച്ചിട്ടുള്ളത് വെറും 3-4 മാസം മുമ്പ് ബൈബിൾ വായിക്കാൻ തുടങ്ങിയവരും ഈശോനെ മാതാവിനെ വിളിക്കാൻ തുടങ്ങിയവരും ജപമാല ചൊല്ലിയവരുമാണ്. അതിൻ്റെ അർത്ഥം തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നാണ്. ഫസ്റ്റ്. സെക്കൻഡ്, ഇതൊരു അഭിഷേകത്തോടെ മാറുമെന്നുള്ളതാണ്. ഇതിപ്പോൾ എല്ലാവരും സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കും. ആ മകൾ പറയുമ്പോഴും ഈ കുടുംബം പറയുമ്പോഴും അവസാനം ചെന്ന് ലാൻഡ് ചെയ്യുന്നത് മുഴുവൻ ദൈവത്തിനെല്ലാം സാധ്യമാണ്. പ്രാർത്ഥനയോടെ നമ്മളെല്ലാ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തിനേയും അതിജീവിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളത്. അപ്പം വേറെ മക്കളുടെ സാക്ഷ്യവും പറയുന്നുണ്ട്. അതിൽ ഉടമ്പടി ആരാധനയ്ക്ക് റെഫറൻസ് ഉണ്ട്. അപ്പോൾ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധ അമ്മ ബോധ്യത്തോടെ അൾത്താരയിൽ എത്തിക്കുന്നത് വരെയുള്ള ഈ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒന്നാണ് വിശ്വസ്തയോടുകൂടി പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുക. അതിന് നമ്മളെ സഹായിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഉടമ്പടി ആരാധന. 2, സാക്ഷ്യങ്ങൾ. നിങ്ങൾക്കറിയാം, ഓരോരുത്തരും ഇതുപോലെ അല്പവിശ്വാസത്തോടും വിശ്വാസം ഇല്ലാതെയും സാഹചര്യത്തിന് സമ്മർദ്ദത്തിലൂടെയും വന്നതിന് ശേഷം അവർ ജീവിതത്തിൽ കിട്ടിയ അനുഭവങ്ങൾ സത്യസന്ധമായിട്ട് വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറയുന്നത് പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ തന്നെ നമുക്കതൊരു അഭിഷേകമായിട്ട് മാറും. അപ്പം ഈ ഒരു കുടുംബത്തിൻ്റെ സാക്ഷി, ഈ ഒരു കുടുംബത്തിൻ്റെ എല്ലാ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും സാക്ഷ്യം ഉടമ്പടി എടുത്ത് നമ്മളെല്ലാവരും സഹായിക്കട്ടെ എന്നും, ഒപ്പം ഈ കുടുംബത്തിന് ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയോളം ദൈവാനുഭവങ്ങൾ നൽകിയതിനും